കർത്താവിന് വേണ്ടി വിശ്വാസത്തോടെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടതയോ പട്ടിണിയോ വേദനകളോ നിന്നയോ ഒറ്റപ്പെടുത്തലൊക്കെ വരാം. വചനം പറയുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുമ്പോൾ അനുഭവിക്കുമ്പോൾ അത് നമ്മൾ സഹിച്ചു നിന്നാൽ പിന്നത്തേതിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്, ഈ കാലയളവിൽ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതും സമയഭേദമന്യേ ഏത് സമയത്തും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതുമായ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ സിസ്റ്റർ റീജ ബിജുവാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മിൽ പല പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ ദാസിയുടെ ശുശ്രൂഷ അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ആകയാൽ ഇന്ന് നമ്മോടൊപ്പം ഈ സമയം ചിലവഴിക്കുമ്പോൾ നമുക്ക് ഇവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ സിസ്റ്റർ റീജ ബിജുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് കർത്താവിന്റെ ദാസിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അരോമ ടിവിയിലൂടെ എന്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന് അവസരങ്ങൾ ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ, ഞങ്ങളെ ഈ അരോമ ടിവിയിലൂടെ ശ്രദ്ധിക്കുന്ന എന്റെ എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അരോമ ടിവിയിലൂടെ അനേകായിരങ്ങൾ കർത്താവിനെ അറിയുവാൻ കർത്താവ് സഹായിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹവും വിടുതലുമാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് റീജ ബിജു, കൊട്ടാരക്കര. ഞാൻ ജനിച്ചു വളർന്നത് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് തൃക്കണ്ണമംഗൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ ഷാരോൺ സഭയിൽ ഒരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ചെറിയ പ്രായം മുതൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ സ്വർഗം സഹായിച്ചു. എന്റെ മാതാപിതാക്കൾ, എന്റെ അമ്മയുടെ ചെറിയ പ്രായത്തിലാണ് അമ്മ രക്ഷിക്കപ്പെടുന്നതും അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും ഭാഗ്യം തന്നു. എന്നാല് എന്റെ പപ്പ ഒരു കൂലിപ്പണിക്കാരനാണ്. ഒരു പാവപ്പെട്ട വീട്ടിലാണ് ഞാൻ സാധാരണ ഒരു കൃഷിക്കാരന്റെ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. അതിൻ്റെതായ അവഗണനകളും വേദനകളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു. ഞങ്ങൾ 4 സഹോദരങ്ങളാണ്. മൂത്തതൊരു സഹോദരൻ, ഇളയ 2 സഹോദരിമാർ. ഞങ്ങൾ അങ്ങനെ 6 പേരടങ്ങുന്ന ഒരു കുടുംബം. സന്തോഷത്തോടെ കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിന്നു. എന്നാല് എന്റെ ചെറിയ പ്രായം മുതൽ, ഞാൻ സംസാരിക്കുന്ന പ്രായം മുതൽ ദൈവസന്നിധി പ്രാർത്ഥിക്കും. രാത്രി 1 മണി എന്നൊരു സമയം, അത് എന്റെ അനിയത്തിമാരും അവരും ചെറിയ പ്രായം മുതൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേര് രാത്രിയാമങ്ങളിൽ കരയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ എന്റെ 15ാമത്തെ വയസ്സിൽ, എനിക്ക് 15 വയസ്സ് പ്രായമായപ്പോൾ, ഞാൻ 10ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ദർശനം കാണുകയാ. ഒരു അംഗവൈകല്യമുള്ള വ്യക്തിയെ ഞാൻ ദർശനം കണ്ടു. അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ദൈവസന്നിധിയിൽ ഉറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ കാണാറുണ്ട്, ഒരു അംഗവൈകല്യമുള്ള വ്യക്തിയെ കാണാറുണ്ട്. അപ്പം ഇങ്ങനെ കാണുമ്പോൾ എന്റെ ചിന്ത, ഇങ്ങനെയുള്ള വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിടുതലാണ്. ഇങ്ങനെയുള്ള അംഗവൈകല്യമുള്ള വ്യക്തികൾ ദൈവം കാണിച്ചെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി ചെന്ന് പ്രാർത്ഥിച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കും എന്ന് കരുതി. കാരണം എന്റെ ചെറിയ പ്രായം മുതൽ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അത്ഭുതത്തിന്റെ അല്ലെങ്കിൽ രോഗസൗഖ്യങ്ങൾ, അന്ന് പിതാക്കന്മാരുടെ പ്രാർത്ഥനകളും
ദൈവദാസന്മാർ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത സൗഖ്യം നടക്കുന്ന ആ കാലഘട്ടത്തിൽ ഞാനും ഒത്തിരി ആഗ്രഹിച്ചു. അങ്ങനെ എന്നിലൂടെ ഒരു രോഗശാന്തി ശുശ്രൂഷ വരം ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒത്തിരി ആഗ്രഹിച്ചു, പ്രതീക്ഷിച്ചു, പ്രാർത്ഥിച്ചു. എന്നാൽ അങ്ങനെ പത്താം സ്റ്റാൻഡേർഡിൽ പഠിക്കുക, സ്കൂളിൽ പോയിട്ട് വന്ന ഉടനെ എന്റെ അനിയത്തിമാരെയും കൂട്ടി എല്ലാ വീടുകളിലും പ്രാർത്ഥിക്കാൻ പോകും. തൃക്കണ്ണമംഗൽ ഉള്ള ഒരുവിധം ആൾക്കാർക്ക് അറിയാം. ഞങ്ങൾ എല്ലാ വീടുകളിലും പോകും പ്രാർത്ഥിക്കാൻ. എന്റെ അനിയത്തിമാരും ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തിലെ അഭിഷേകം പ്രാപിച്ചതാ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു അംഗവൈകല്യമുള്ള വ്യക്തിയെ ഞാൻ കണ്ടില്ല. പക്ഷെ കർത്താവ് അത്ഭുതങ്ങളൊക്കെ ചെയ്തു. എങ്കിലും ഒരു അംഗവൈകല്യമുള്ള വ്യക്തി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ കണ്ട ദർശനം മറന്നുപോയി, ഞാൻ കണ്ട സ്വപ്നം അങ്ങ് മറന്നു. എന്നാൽ എന്റെ 18ാമത്തെ വയസ്സിൽ എനിക്കൊരു വിവാഹാലോചന വന്നു. എന്നോട് പറഞ്ഞു, പയ്യന്റെ വീട് കൊട്ടാരക്കരയാണ്, കൊട്ടാരക്കര IPC ബേർഷേബ സഭയിലെ മെമ്പറാണ്, എന്നാൽ ഹൈറേഞ്ചിലാണ് സഭ, ഇടുക്കിയിലാണ് സഭാ ചാർജ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ചെറിയ പ്രായം മുതലേ കേൾക്കുന്ന ദൂതുകളാണ്, നീ കർത്താവിന്റെ വേലയ്ക്കുള്ളതാണ്, ദൈവവേല ചെയ്യും. പ്രത്യേകിച്ച് പേരെടുത്തു പറയത്തക്ക നിലയില് കൊട്ടാരക്കര സെക്ഷന്റെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് കൂടെ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ കർത്താവിന്റെ അഭിഷക്തദാസൻ, ഞാനും എന്റെ സഹോദരിമാർ മുൻനിരയിൽ നിന്ന് ഇങ്ങനെ മുട്ടുമയിരുന്ന് ശക്തമായി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുമോൻ പാസ്റ്റർ വന്ന് ഞങ്ങളുടെ 3 പേരുടെയും തലയിൽ കൈവച്ചിട്ട് ദൂത് പറഞ്ഞു, ഇവര് 3 പേരും കർത്താവിന്റെ വേലയ്ക്കുള്ളവരാ. പക്ഷെ ഞങ്ങൾ 3 പേരും സഹോദരിമാരാണെന്നൊന്നും അറിയില്ല. പക്ഷെ പാസ്റ്റർ പറഞ്ഞു, ഇവര് 3 പേരും കർത്താവിന്റെ വേലയ്ക്കുള്ളതാ. എന്റെ ഏറ്റവും അനിയത്തി അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോ അവിടെ വെച്ച് എന്റെ ഏറ്റവും അനിയത്തി ആ ഇത്രയും ജനത്തിന്റെ നടുവിൽ വെച്ച് ആ ദൂത് കേൾക്കുമ്പോൾ ശക്തിയോടെ അഭിഷേകം പ്രാപിച്ച് പ്രവചനാത്മാവിനാൽ പ്രവചിക്കാൻ തുടങ്ങി. ഭയങ്കര, അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ ഈ ദൂതുകൾ ഞങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് ഞാൻ ഈ 18ാമത്തെ വയസ്സിൽ വിവാഹാലോചന വന്നപ്പോ ഞാനത് സമ്പൂർണ്ണമായി കാരണം ദൈവം തന്ന ആലോചനയാണല്ലോ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഏറ്റെടുത്തു. എന്റെ കൂടെ പഠിച്ചവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം. അപ്പം അങ്ങനെ എനിക്ക് ഓക്കെ പറഞ്ഞപ്പോൾ എന്നെ പിറ്റേ ദിവസം കാണാൻ വരിക. അന്ന് IPC ബേർഷബ സഭയിൽ ഇരിക്കുന്ന പാസ്റ്റർ സാം ഡാനിയൽ പാസ്റ്റർ ആണ്, ഇന്ന് പാമ്പാടി ഡിസ്ട്രിക്റ്റിന്റെ പാസ്റ്റർ ആയിരിക്കുന്ന. അപ്പൊ ദൈവദാസന്മാരുടെ ഒരു വലിയ നിരയുണ്ട്. എല്ലാവരും കൂടെ എന്നെ കാണാൻ വരിക. കാണാൻ വന്ന സമയത്ത് അന്ന് നമുക്ക് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും പറച്ചിലൊന്നുമില്ല. ആദ്യമായിട്ട് കാണുകയാ. അപ്പൊ ചായയും കൊണ്ട് ചെല്ലുക. ഇങ്ങനെ ചായയും കൊണ്ട് ചെല്ലുമ്പോൾ ഒത്തിരി ദൈവദാസന്മാരുണ്ട്, ആൾക്കാരുണ്ട്, ആരാ ചെറുക്കം എന്നൊന്നും അറിയില്ല. ഞാനിങ്ങനെ ചായയും കൊണ്ട് ചെല്ലുന്ന സമയത്ത് കൂടെ വന്ന പാസ്റ്റർ പറഞ്ഞു, മോളെ ഇതാണ് പയ്യൻ. ഞാൻ നോക്കിയപ്പോൾ അംഗവൈകല്യമുള്ള വ്യക്തി, കാല് വയ്യാത്ത വ്യക്തിയാ. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുക, നീ 15ാമത്തെ വയസ്സിൽ കണ്ട സ്വപ്നമായത്. എന്റെ കാതുകളിൽ ഞാൻ ശക്തമായി ആ ശബ്ദം കേട്ടു. ഞാന് പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, അതെ, എനിക്ക് സമ്മതമാ. അപ്പൊ എന്റെ അച്ഛനും അവിടെ ഉള്ള ദൈവദാസന്മാരൊക്കെ എന്റെ അച്ഛൻ എന്നോട് ചോദിച്ചു, ഞാൻ ഒരു അംഗവൈകല്യമുള്ള വ്യക്തിയാ, എന്നെ സ്വീകരിക്കാമോ? ഞാൻ പറഞ്ഞു സ്വീകരിക്കാം. അപ്പം പറഞ്ഞു, ഹൈറേഞ്ചിലാ സഭ, കുന്നും മലയൊക്കെ കയറാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞു അതെ, കുന്നും മലയും കയറാൻ തയ്യാറാ. 3 പട്ടിണി കിടക്കാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞു പട്ടിണി കിടക്കാനും തയ്യാറാ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം എന്നെ കാണാൻ വന്ന ചെറുക്കൻ കർത്താവിൽ ജയിച്ചവനാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ, ഇത്രയും ജനത്തിന്റെ ഇടയിൽ, പാസ്റ്റർമാരുടെ ഇടയിൽ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ ജീവിതകാലം ഒരിക്കലും ഞാൻ പരാജയപ്പെടത്തില്ല, എങ്ങും തോറ്റു പോകത്തില്ല. കാരണം സ്തോത്രം, എന്റെ ചെറിയ പ്രായത്തിൽ എനിക്കത് എടുത്തു പറയത്തക്ക അനുഭവമാണ്. എന്റെ പപ്പ കൃഷിപ്പണിക്കാരനായതുകൊണ്ട് ജോലിക്ക് പോയി വന്ന് കൃഷിയൊക്കെ നടും. ആദ്യ ഫലങ്ങൾ, കൊല, അങ്ങനെയുള്ള ആദ്യ ഫലങ്ങളൊക്കെ എന്റെ അനിയത്തിമാരുടെയും ഒരു വലിയ ചാക്കിനകത്ത് കെട്ടി തലയിൽ വെച്ച് തരും. എന്റെ വീട്ടിൽ നിന്ന് കിലോമീറ്റർ നടന്നു വേണം തൃക്കണ്ണമംഗൽ ഷാരോൺ സഭയിൽ കൊണ്ടു ചെല്ലാൻ.
ഞങ്ങൾ അത് നടന്നു ചെന്ന് അന്ന് പറയുന്നത് ഫെയ്ത്ത് ഹോമിൽ കൊണ്ടു കൊടുക്കും. അന്നിരുന്ന പാസ്റ്ററാണ് ഇന്നത്തെ ജനറൽ പ്രസിഡന്റ് ആയിരിക്കുന്ന VJ തോമസ് കുട്ടി പാസ്റ്റർ. ഈ പാസ്റ്റർ ഞങ്ങളെ ചേർത്ത് പിടിച്ചു പ്രാർത്ഥിക്കും. ഞങ്ങൾ കുഞ്ഞുങ്ങളാ, പക്ഷെ അതൊക്കെ എനിക്ക് പറയുമ്പോ ഒത്തിരി സന്തോഷമാ. അന്നത്തെയൊക്കെ പ്രാർത്ഥന ഭയങ്കരമാ. ഫെയ്ത്ത് ഹോമിൽ കൊണ്ടു കൊടുക്കുമ്പോ വിശ്വാസ ഭവനമല്ലേ, അവർ ഈ സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ കൈ വെച്ച് ഫലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ വേലയിൽ ഉപയോഗിക്കണമെന്ന്. അന്ന് കേട്ട ദൈവശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കാതിൽ കിടക്കുക. അതുകൊണ്ട് പിന്നെ തന്നെയല്ല, എവിടെ ചെന്നാലും എന്റെ ചെറിയ പ്രായം മുതലേ ഒത്തിരി അവഗണനകൾ ലഭിച്ച വ്യക്തിയാണ്. കാരണം പപ്പ എല്ലാ വീടുകളിലും കൂലിപ്പണിക്ക് പോകുമ്പോ ഇല്ല ജോണച്ചാന്റെ മകൾ, ജോണച്ചാന്റെ മക്കളാ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരു മാറ്റി നിർത്തുന്ന അനുഭവത്തിലും, പക്ഷേ അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ താങ്ങാൻ പറ്റത്തില്ല. വലിയ വലിയ ആൾക്കാരെ ചേർത്ത് പിടിക്കും, വലിയ വലിയ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുമ്പോഴും ഞങ്ങളെ പലയിടത്തും ഒറ്റപ്പെടുത്തിയ അനുഭവങ്ങളുണ്ട്. പക്ഷേ അന്നും തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി, എന്റെ അനിയത്തി പ്രവാചിക എന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ 3 പേരും കർത്താവിന് വേണ്ടി രാത്രിയാമങ്ങളിൽ മണിക്കൂറുകൾ ആരാധിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദൈവത്തിന്റെ ശബ്ദങ്ങളും ദൈവവാഗ്ദത്തങ്ങളും ഉള്ളത് കൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറയാം, ദൈവം നമ്മോട് അറിയിച്ചിട്ടുള്ള വാഗ്ദത്തങ്ങളിലെ ഒന്നുപോലും നിഷ്ഫലമായി പോകത്തില്ല. അതാ ഞാൻ വിശ്വസിക്കുന്ന ഒറ്റ കാര്യമാണ്. അപ്പം അവര് വിവാഹത്തിന്റെ ഞാൻ ഓക്കെ പറഞ്ഞു, സമ്മതിച്ചു. അപ്പൊ വിവാഹത്തിന്റെ ഡേറ്റ് എല്ലാം പറഞ്ഞു, ഇവര് മടങ്ങിപ്പോയി. അപ്പൻ വീട്ടുകാരോടും അമ്മ വീട്ടുകാരോടൊക്കെ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, വിവാഹത്തെ കുറിച്ചൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ എന്റെ ആമേൻ എന്താ പറയാ, നമുക്ക് ഒത്തിരി എടുത്തു പറയാൻ പറ്റത്തില്ല, അതുപോലെ ഞങ്ങളെ വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടായി. എന്നെ ഒത്തിരി എല്ലാവരും പറഞ്ഞു, നിന്റെ ജീവിതം തകരും, കാലു വയ്യാത്ത ആളാ, നീ 6 മാസം തയ്ക്കത്തില്ല, പ്രത്യേകിച്ച് നിനക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യമുള്ളവരാകും, നിന്റെ ജീവിതം 6 മാസം തയ്ക്കാതെ നീ തകർന്ന് ഞങ്ങളുടെ അടുക്കൽ വരും എന്നൊക്കെ പറഞ്ഞ് എന്നെ വേദനിപ്പിച്ച അനുഭവങ്ങൾ മറക്കാൻ പറ്റില്ല. റൂമിനകത്ത് കയറി എന്നെ ഒത്തിരി മാനസികമായും ശാരീരികമായും എല്ലാം വേദനിപ്പിച്ച അനുഭവങ്ങളിലും ഞാൻ പറഞ്ഞു, എത്ര കാലുവയ്യാതെ ആളാണെങ്കിലും എനിക്ക് തന്ന ദർശനമായതുകൊണ്ട് ഞാൻ ഒരിക്കലും പിന്മാറിപ്പോകത്തില്ല. 2, എനിക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെയാണ് ദൈവം തരുന്നതെങ്കിൽ ഞാൻ അവരെ വളർത്തും. പക്ഷേ ഞാൻ ആരുടെ മുന്നിൽ ഒരിക്കലും വരില്ല, അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തുമെന്ന് വളരെ ധൈര്യത്തോടെ അവരുടെ മുന്നിൽ പറയാനിടയായി. സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. ഞങ്ങള് കഴിഞ്ഞ ഉടനെ ഹൈറേഞ്ചിലേക്ക് പോയി, ഇടുക്കിയിൽ ചെന്നു. സത്യത്തില് അവിടെ ചെല്ലുമ്പോ ആ സഭാ ചാർജിൽ ഇരിക്കുമ്പോഴായിരുന്നല്ലോ കല്യാണം, വിവാഹം. അപ്പൊ അവിടെ ചെന്ന ഉടനെ നമ്മുടെ ആദ്യത്തെ ജോലി വിശ്വാസികളുടെ വീട്ടിൽ പോകണം. അപ്പൊ അവിടെ ചെന്ന ഉടനെ എല്ലാ വീടുകളിലും പോകാൻ തുടങ്ങി. ഒരു വിശ്വാസിയുടെ വീട്ടിൽ പോയിട്ട് അടുത്ത വീട്ടിൽ പോകണമെങ്കിൽ അടുത്ത കുന്ന് കയറണം. എല്ലാ വിശ്വാസികളും ഓരോ കുന്നിന്റെ മണ്ടയ്ക്ക്. സ്തോത്രം. കഴിക്കാനൊന്നുമില്ല. റേഷനരി, പല സൈസുള്ള അരികള് ഒരുമിച്ചുള്ള ആ പിടിയരി കൊണ്ടുവന്നത്. അപ്പൊ പല സൈസ് അരി ആയതുകൊണ്ട് അത് വെച്ചും നമ്മൾ ഈ കൊട്ടാരക്കരയെന്നൊക്കെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതിന്റെ സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരു കൂലിപ്പണിക്കാരന്റെ മകളാ, പക്ഷെ അന്നന്ന് കൊണ്ടുവന്ന് നന്നായിട്ട് കഴിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ ഉണക്കത്തരച്ചി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ല. അതിട്ട കറിയും ഈ റേഷനരിയും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുപോലെ പട്ടിണിയായി. ഒരു വിശ്വാസിയുടെ വീട്ടിൽ ചെന്ന് അവിടെ ചെല്ലുമ്പോൾ ചായ കുടിച്ചിട്ട് പോന്ന് പറഞ്ഞാൽ കട്ടൻ ചായ, തേയില വെള്ളമാണ്, അത് നമുക്ക് കുടിക്കാൻ പറ്റില്ല. അത് കുടിച്ചിട്ട് നമ്മൾ ആ കുന്നിറങ്ങി വന്ന് അടുത്ത കുന്ന് കയറുമ്പോഴത്തേക്ക് 18 വയസ്സ് പ്രായമാണ്, കയറാൻ പറ്റില്ല. പല സമയങ്ങളിലും കുന്നിന്റെ മണ്ട വരെ എത്തിയിട്ട് ഞാൻ ഉരുണ്ട് താഴെ വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക്, ഞാന് 8 മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ആ മലയുടെ മണ്ടയ്ക്ക് ഉരുണ്ട് താഴെ വരെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി അനുഭവങ്ങളാണ്. ഞാൻ സ്തോത്രം. അങ്ങനെ ഈ മലയുടെ മണ്ടയ്ക്ക് കയറി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യമാണ്. ഞാൻ അച്ഛനോട് ചോദിച്ചു, കാരണം അച്ഛന്റെ കാല് വയ്യ, അച്ഛൻ ഇങ്ങനെ കയറിപ്പോകും.
നമ്മളിങ്ങനെ പുറകെ വരും. അച്ഛന്റെ ഒരു സൈഡ് കാലുമായി ഇങ്ങനെ ചരിഞ്ഞതാ. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ നമ്മുടെ വീട് കൊട്ടാരക്കരയല്ലേ? കൊട്ടാരക്കര, തിരുവല്ല, കോട്ടയം, തിരുവനന്തപുരം നല്ല നിരന്ന സ്ഥലമില്ലേ, പിന്നെ എന്തിനാ ഈ ഹൈ റേഞ്ചിൽ വന്നേ? അപ്പൊ എന്നോട് പെട്ടെന്ന് പറഞ്ഞു, മച്ചി എന്ന് പറഞ്ഞവൾക്ക് 6-ാം മാസം. സ്തോത്രം. ഇത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അച്ഛന്റെ 8 വയസ്സ് വരെ നടക്കില്ലായിരുന്നു. 8 വയസ്സ് വരെ ആ കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് 2 പെൺമക്കളെ കൊടുത്തതിന് ശേഷം മൂന്നാമത് കൊടുത്ത മകൻ വീട്ടിൽ എന്നാ സന്തോഷമായിരിക്കും, എത്ര സന്തോഷം. അങ്ങനെ 1 വയസ്സായി. നടന്നു തുടങ്ങുമ്പോൾ പെട്ടെന്ന് പോളിയോ എന്ന രോഗം വന്ന് ഇളിക്ക് താഴെ തളർന്നു പോയി. 2 കാലുകളും തളർന്നു ശോഷിച്ചു. അങ്ങനെ അന്നത്തെ കാലത്ത് നാട്ടുവൈദ്യന്മാരുണ്ട്. അന്ന് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് വെളിയം പോറ്റി അങ്ങനൊക്കെ പറയുന്ന നാട്ടുവൈദ്യന്മാരുണ്ട്. നാട്ടുവൈദ്യന്മാരുടെ അടുക്കലെല്ലാം കൊണ്ടു ചെന്നു. എല്ലാവരും പറഞ്ഞു, ഒരു രക്ഷയില്ല, ഈ കുഞ്ഞ് നടക്കില്ല. രണ്ടാമത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവര് പറയുന്ന ഓരോ ഡേറ്റ് അനുസരിച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് ആ ഡോക്ടർ പറഞ്ഞു, ഇനി കൊണ്ടുവരണ്ട ഇങ്ങോട്ട്, അവൻ ഒരിക്കലും നടക്കില്ല, ഒരിക്കലും ഈ കുഞ്ഞ് നടക്കത്തില്ലെന്ന് പറഞ്ഞ് ആ ഡോക്ടർ എഴുതി കൊടുത്ത ആ സർട്ടിഫിക്കറ്റും വാങ്ങി മാതാപിതാക്കൾ ഈ കുഞ്ഞുമായി ഭവനത്തിൽ വന്ന് ഈ അമ്മ ഈ കുഞ്ഞിനെ ആ ബെഡിലോട്ട് കിടത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ തരുന്നെങ്കിൽ ആരോഗ്യത്തോടെ താ, എനിക്ക് ഈ കുഞ്ഞിങ്ങനെ എഴഞ്ഞു നടക്കുന്നത് കാണാൻ വയ്യ, നീ തരുന്നെങ്കിൽ ആരോഗ്യത്തോടെ താ, ഇല്ലെങ്കിൽ തന്ന ദൈവം തിരിച്ചെടുത്തോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ഒരമ്മയുടെ കണ്ണുനീര്. സ്തോത്രം. ഞാൻ എപ്പോഴും പറയാം, അമ്മമാരുടെ നിലവിളി വെറുതെ അല്ല. ഒരുപക്ഷെ അമ്മ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തോണ്ടല്ല. ഈ കുഞ്ഞിങ്ങനെ 2 ശോഷിച്ച് വളഞ്ഞ 2 കാലുകളുമായിട്ട് ഇങ്ങനെ എഴഞ്ഞു നടക്കുന്നത് ഒരു മാതൃഹൃദയം, ഒരു അമ്മയുടെ ഹൃദയത്തിന് താങ്ങാൻ പറ്റില്ല. അതുപോലെ വേദനപ്പെട്ട് ഈ അമ്മ പറഞ്ഞു, കർത്താവേ, നീ അങ്ങ് എടുത്തോ, ഇല്ലെങ്കിൽ എനിക്ക് ആരോഗ്യത്തോടെ താ. അന്ന് അവര് മർത്തോമ ചർച്ചിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച ഒരമ്മയുടെ പ്രാർത്ഥന, കണ്ണുനീര്, 8 വയസ്സ് പ്രായം എന്ന് പറഞ്ഞ അറിവുള്ള പ്രായം. അപ്പം ഈ കണ്ണുനീര് ഈ മകന്റെ മുകളിൽ വീണു. ആ മകന്റെ ഹൃദയം തകർന്നു. അങ്ങനെ പിറ്റേ ദിവസം സഹോദരിമാർ 2 പേരും സ്കൂളിൽ പോയി, മാതാപിതാക്കൾ ജോലിക്ക് പോയി. ഒറ്റപ്പെട്ട് ഏകനായി വയറൊട്ടി കവളൊട്ടി 2 കുഴിഞ്ഞ കണ്ണുകളുമായിട്ട് സൂക്ഷിച്ച കാലുകളുമായി ഒരു ഭവനത്തിന്റെ ഉള്ളറയിൽ ഇങ്ങനെ കിടക്കുക. ഇന്നലെ അമ്മ പറഞ്ഞ ആ ഓരോ വാക്കുകളും ആ മകന്റെ ഹൃദയത്തിലൂടെ, കാരണം ഒരമ്മ കൈവിട്ട്, എന്റെ 8 വയസ്സ് പറയുമ്പോ 8 വയസ്സ്, എന്റെ കൂട്ടുകാർ, എന്റെ പ്രായക്കാരൊക്കെ സ്കൂളിൽ പോകുന്നു, കർത്താവേ എനിക്കിനി ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു മകന്റെ അടുക്കലേക്ക് എന്റെ കർത്താവ് അയച്ചിട്ട് ഒരു ദൈവദാസൻ വന്നു എന്ന് പറയാം. നമുക്ക് ചിന്തിക്കും യാദർച്ഛിക ഒരു ദൈവദാസൻ വന്നു, നമ്മൾ ചിന്തിക്കും. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയിൽ യാദർച്ഛിക എന്നൊരു പദമില്ല. ഇട്ടിമൂപ്പൻ, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ അഭിഷക്തൻ ഇട്ടിമൂപ്പൻ എന്ന് പറഞ്ഞ ദൈവദാസൻ ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹൃദയത്തിൽ തോന്നി, ആ വീട്ടിൽ കയറണം. മർത്തോമ സഭയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വീടാ. ആ ദേവദാസൻ അവിടെ ആ ഭവനത്തിൽ വന്നിട്ടില്ല, ആദ്യമായിട്ട് വരാൻ പോവാ. അപ്പൊ ആ ദേവദാസൻ ആ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ ആ ദേവദാസൻ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഒട്ടിയ വയറും കവളൊട്ടി കണ്ണുകൾ കുഴിഞ്ഞ് സൂക്ഷിച്ച കാലുകളുമായി കിടക്കുന്ന ഒരു കൊച്ചു മകനെയാണ് അഭിഷക്തൻ കണ്ട്. ആ ദൈവദാസന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാൻ തുടങ്ങി. ആ വീട്ടിൽ ആരുമില്ല, ആ മകന് ആഹാരം എടുത്തു കൊടുക്കാൻ ആരുമില്ല. അതുപോലെ തകർന്നു കിടക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ട് ആ ദൈവദാസൻ കരം വെച്ചു പ്രാർത്ഥിച്ചു, കർത്താവേ, എതിരെയുള്ള ഗ്രാമത്തിൽ ശിഷ്യന്മാരെ അയച്ചത് ആ കട്ടപ്പെട്ട് കിടക്കുന്ന കഴുത അഴിക്കാനാ. ആരെങ്കിലും വല്ലതും ചോദിച്ചാൽ എനിക്കിതിനെ ആവശ്യമുണ്ട് എന്ന് പറയണം. സ്തോത്രം. ആ ദൈവദാസൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ,
ഈ കെട്ടപ്പെട്ട് കിടക്കുന്ന കുഞ്ഞിനെ കർത്താവിന് ആവശ്യമുണ്ട്. ഇവനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആവശ്യമുണ്ട്. ഇവന്റെ ശരീരത്തിന്മേൽ ദൈവസാന്നിധ്യം വ്യാപരിക്കണം. ഇവനെ ഈ കെട്ടുകൾ അഴിക്കണം. ആത്മാർത്ഥതയോടെ പരമാർത്ഥതയോടെ ദൈവദാസൻ പ്രാർത്ഥിച്ച നിമിഷങ്ങളിൽ ദൈവസാന്നിധ്യം ആ ശരീരത്തിൽ അനുഭവിപ്പാൻ ഇടയായി. യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ആമേൻ. കർത്താവ് പറഞ്ഞു, ആ അത്ഭുതങ്ങളുടെ ആരംഭം എന്ന് വെച്ചാൽ അടയാളങ്ങളുടെ ആരംഭമായി കർത്താവ് കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. എന്നാൽ അവസാനം എന്ന് പറഞ്ഞിട്ടില്ല, അത്ഭുതങ്ങളുടെ അവസാനം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇന്നും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അവൻ ചില രോഗികളെ കർത്താവ് സൗഖ്യമാക്കും. കർത്താവിന്റെ കരം തൊട്ട് കർത്താവ് സൗഖ്യമാക്കും. സ്തോത്രം. അതുപോലെ ആഴമായി ദൈവദാസൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ മറുപടി ആ ശരീരത്തിൽ അനുഭവിച്ചറിയാനിടയായി. വൈകിട്ട് അമ്മ വന്ന് കുളിപ്പിക്കാനായിട്ട് മകനെ എടുക്കുക. അമ്മ വന്ന കുളിപ്പിക്കുന്നത്, ആഹാരം കൊടുക്കുന്നതല്ല. അമ്മ വന്നെടുക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ എഴുതി കൊടുത്ത സർട്ടിഫിക്കറ്റ് അമ്മയുടെ കയ്യിലിരിക്കുക. ഇനി ഈ കുഞ്ഞൊരിക്കലും നടക്കില്ല എന്നുള്ള സർട്ടിഫിക്കറ്റുമായി വേദനയോടെ ഹൃദയം പൊട്ടി നടക്കുന്ന ഒരമ്മ. അമ്മ വൈകിട്ട് വന്ന് കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് അമ്മയുടെ കണ്ണിൽ കണ്ട കാഴ്ച, ആ രണ്ട് കാലുകളും, ആ സൂക്ഷിച്ചു വളഞ്ഞ കാലുകൾ രണ്ടും ചലിക്കുന്നത് കാണാനിടയായി. ചലിക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി, ഭയങ്കര അത്ഭുതമായി. അങ്ങനെ അമ്മ കുളിപ്പിച്ചു. ഈ മകൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞു. ഭയങ്കര അത്ഭുതമായി. ദേവദാസൻ വന്ന കാര്യം, ദേവദാസൻ ഏതാണെന്നും ആരാണെന്നും അറിയില്ലെങ്കിലും പക്ഷെ ഒരു കാര്യം മനസ്സിലായി, കർത്താവ് അയച്ചിട്ടൊരു ഭക്തനെ അവിടെ വിട്ടു. സ്തോത്രം. അങ്ങനെ അന്ന് രാത്രിയിൽ അവിടെ കിടന്നു ഉറങ്ങി. പിറ്റേന്ന് രാവിലെ അമ്മ എഴുന്നേറ്റ് ഈ കുഞ്ഞിനെ തറയിലേക്ക് കിടത്തുക. എന്നും അങ്ങനെയാണ്, തറയിലോട്ട് കിടത്തും. കാലുകൾ ചലിക്കുന്നത് കണ്ടു, പക്ഷെ കിടത്തുക. അപ്പൊ അന്ന് വരെ നടക്കാത്ത ഒരു അത്ഭുതം അത് നടന്നു. അമ്മ കിടത്തുന്ന സമയത്ത് ഈ മകൻ രണ്ട് കാലുകളും നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. സ്തോത്രം, സ്തോത്രം. ആമേൻ. ആ ദൈവ വചനത്തിൽ പറയുന്നു, അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റടിപ്പിച്ച് ചെങ്കടൽ നടുവിലൂടെ ഉണങ്ങിയ നിലമാക്കി. ആമേൻ. സ്തോത്രം. ആയതുപോലെ ആ രാത്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ആ കാലുകളിൽ മേൽ വ്യാപരിച്ച് അസ്ഥികളുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചതുപോലെ ശവക്കുഴി തുറക്കും. അസ്ഥിയോടെ വന്നു ചേർന്നു. സൂക്ഷിച്ച കാലുകളുടെ മേൽ അസ്ഥിയോട് വന്നു ചേർന്നതിൽ നരമ്പ് വന്നു, മാംസം വന്നു. അത് തൊക്കുകൊണ്ട് പൊതിഞ്ഞൊരു സൈന്യമാക്കി. ഇതുപോലെ കാലുകൾക്ക് ബലം കൊടുത്തു, ശക്തി പകർന്നു. ചാടി എഴുന്നേറ്റ് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് പ്രിയ മകനെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. കർത്താവ് പൂർണ്ണ വിടുതൽ കൊടുത്ത് ആ പ്രായത്തിൽ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയുടെ വേല ചെയ്തോളാം. കർത്താവിന്റെ വേല ചെയ്യാൻ തീരുമാനിച്ചു. സ്തോത്രം. അന്ന് തന്നെ ആ ദൈവദാസനെ അന്വേഷിച്ച് മാതാപിതാക്കൾ ചെന്നു. ആ ദൈവദാസനെ കണ്ടു. പിറ്റേ ഞായറാഴ്ച മുതൽ അവിടെ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞാൻ ചോദിച്ചു, കർത്താവ് സൗഖ്യമാക്കിയ പൂർണ്ണമായിട്ടല്ലേ സൗഖ്യമാക്കുന്നത്? പിന്നെന്താ ഈ ചരിവ്? നടക്കുമ്പോ നല്ല ചരിവാ, പിന്നെന്താ ഈ ചരിവ് തന്നെ? അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് കർത്താവ് തന്നൊരു അടയാളമാ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തന്നൊരു അടയാളമാ. ആമേൻ. ഞാൻ പറഞ്ഞു, ഞാനും റെഡിയാ. ഈ കുന്നും മലകളും കയറാൻ ഞാൻ റെഡിയാ. കാരണം ഒരു കാര്യം കൂടെ, അച്ഛന്റെ വിവാഹം ഒരിക്കലും നടക്കില്ല, ഇനി ഒരിക്കലും നടക്കത്തില്ല, ഒരു പെണ്ണിനെ കിട്ടില്ല. കൂട്ടുകാരും നാട്ടുകാരും വേണ്ടപ്പെട്ടവരും ഒക്കെ, ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞാൽ, എന്റെ വിവാഹം കഴിഞ്ഞപ്പോഴും സ്വന്തക്കാരൊക്കെ അങ്ങനെ വിളിക്കുന്ന എനിക്കറിയാം. ആരും അച്ഛന്റെ പേര് ബിജു എന്നാ, പാസ്റ്റർ ബിജു ജോർജ് എന്നാ. പക്ഷെ ബിജു എന്നല്ല കൂടുതൽ വിളിക്കുന്ന മുടന്തന്റെ ഭാര്യ, അല്ലെങ്കിൽ മുടന്തൻ. ഒത്തിരി വേദനകൾ തോന്നിയിട്ടുണ്ട്, ഒത്തിരി ഭാരം തോന്നിയിട്ടുണ്ട്. ഞാൻ ലോകത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു മനുഷ്യന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, ഒരുപക്ഷെ
നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ഓരോന്നും നമ്മൾ ഏറ്റെടുക്കാൻ മനസ്സുള്ളവരാണ്. നമ്മൾക്ക് ദൈവം ആരോഗ്യം തന്നു, ബലം തന്നു, പക്ഷെ മറ്റുള്ളവരെ ഒരിക്കലും അവഗണിക്കരുത്. അപ്പം അങ്ങനെ ഒരു അങ്ങനെ ഒരു ആമേൻ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അച്ഛൻ പറയാറുണ്ട്, എനിക്കൊരു പെണ്ണിനെ ഇനി കിട്ടില്ല, എനിക്ക് കല്യാണം നടക്കില്ല, എന്നെ കെട്ടാൻ ആര് വരും എന്നൊരു ചിന്ത. പക്ഷെ തന്റെ ഉള്ളിൽ തന്നെ സംസാരിക്കുമായിരുന്നു, കാല് വയ്യാത്ത എനിക്ക് കർത്താവ് കാലുകളെ തന്നെങ്കിൽ ദൈവം എനിക്ക് തക്ക സമയത്ത് ഭാവി ഒരുക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ സമയത്തായിരിക്കും ദൈവം എനിക്കും ദർശനം തന്നത്. സ്തോത്രം. ആമേൻ. എന്തായാലും ഞങ്ങളുടെ ഞങ്ങളുടെ ഹൈ റേഞ്ച് ജീവിതം, കർത്താവിന്റെ വേല എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇത്രയും ശ്രേഷ്ഠകരമായ സന്തോഷം കൊണ്ടുള്ള ദൈവവേല. അതോടൊപ്പം എനിക്ക് ഉദരത്തിൽ കുഞ്ഞു ജനിച്ച സമയം തൊട്ട് ഞാന് രാപ്പകലില്ലാതെ കരം വെച്ച് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ ഊനമില്ലാത്ത സന്തതിയെ വേണം അപ്പ, ഊനമില്ലാത്ത സന്തതിയെ വേണം. അന്ന് കഴിക്കാനൊന്നുമില്ല, ആഹാരമൊന്നുമില്ല കഴിക്കാൻ. അപ്പം ഞാന് സ്തോത്രം ഒരു പോഷകാഹാരങ്ങളോ അന്ന് ഹോസ്പിറ്റലൊന്നും പോകാറില്ല. എവിടെയൊക്കെ ഉൾഗ്രാമങ്ങളിൽ താമസിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഹോസ്പിറ്റലൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാ. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുക്കും. ഞാൻ ആ വെള്ളം എടുത്തിട്ട് ഞാൻ ആ വെള്ളം കൈവച്ചു പ്രാർത്ഥിക്കും, കർത്താവേ, ഈ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയ കർത്താവ് ഈ വെള്ളത്തെ ഔഷധമുള്ളതാക്കി, വിറ്റാമിൻസ് ശരീരത്തിൽ കുഞ്ഞിന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള ലോകം മുഴുവനും സ്തോത്രം ഊനമുള്ള അംഗവൈകല്യമുള്ള തലമുറയെ തരുമെന്ന് ശത്രു വെല്ലുവിളിച്ച്, അല്ലെങ്കിൽ എനിക്ക് ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുമ്പോൾ, പല ചോദ്യചിഹ്നങ്ങൾ വരുമ്പോൾ അവരുടെ നടുവിൽ എനിക്ക് കർത്താവ് ഊനമില്ലാത്ത സന്തതിയെ വേണം. അതോടൊപ്പം പോഷകമുള്ള നല്ല ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ദൈവകൃപയുള്ള ബുദ്ധിയുള്ള അനുഗ്രഹിക്കപ്പെട്ട തലമുറ. ഞാൻ ആൺകുഞ്ഞെന്നും പെൺകുഞ്ഞെന്നും ഒന്നും പ്രാർത്ഥിച്ചില്ല, പക്ഷെ ഒന്ന് പ്രാർത്ഥിച്ചു, ദൈവവേല ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ വേണം. തന്റെ ദാസന്റെ കാല് വയ്യാത്തത് കൊണ്ട് സ്തോത്രം, തന്റെ ദാസന് പകരമായി അടുത്ത ശുശ്രൂഷക്കാരെ കർത്താവ് ഒരുക്കണമേ എന്ന് ശക്തിയോടെ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. സ്തോത്രം. ഒരു മരുന്നോ ഒന്നും കഴിക്കാതെ എന്റെ കർത്താവ് സുഖകരമായ ഒരു വിടുതൽ, അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ, ഒരു ആൺകുഞ്ഞിനെ കർത്താവ് തന്നു. ഇത് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. എനിക്ക് സ്തോത്രം, എല്ലാ വിഷയങ്ങളും പറയുകയാണെങ്കിൽ ദിവസങ്ങളോളം എടുക്കും. പക്ഷെ അന്ന് ആ 8 മാസം, ഞാൻ 9ാമത്തെ മാസം നാട്ടിലോട്ട് കൊട്ടാരക്കര വരുന്നത്, 8 മാസം നല്ലൊരു ആഹാരം കഴിച്ചിട്ടില്ല, നല്ലതുപോലെ ഒന്നും വിശ്രമിച്ചിട്ടില്ല. ഒത്തിരി കുന്നും മലയും കയറി ഇറങ്ങിയതാ. പക്ഷെ അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ തന്നു. 2ാമത്തെ ആ കുഞ്ഞ് ഉദരത്തിൽ ജനിച്ചു. ഞാൻ പല പ്രാവശ്യം വീണിട്ടുണ്ട്. മലയുടെ മണ്ടയ്ക്കൊന്നൊക്കെ ഉരുണ്ട്. കാരണം മൂത്ത കുഞ്ഞുണ്ട്, അവന് 2 വയസ്സുള്ളപ്പോഴാ ഇളയ മകൻ ജനിക്കുന്നത്. അപ്പൊ അതുപോലെ ഈ 2 കുഞ്ഞുങ്ങൾ, അച്ഛന്റെ കാല് വയ്യാത്തത് കൊണ്ട് കുഞ്ഞിങ്ങനെ എടുത്തോണ്ട് പോകാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഞാൻ ആ നിറവേറോടെ മറ്റേ കുഞ്ഞിനെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഈ കുന്നിന്റെ മണ്ടയ്ക്കൊക്കെ പോയിട്ട് വരും. പക്ഷെ ഒരു കാര്യം, അന്ന് കഷ്ടത, പട്ടിണിയാകുന്ന സമയം അച്ഛൻ നോർത്ത് ഇന്ത്യയെ, അതെനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം. അച്ഛൻ മറ്റുള്ള ദൈവദാസന്മാരോടൊപ്പം നോർത്ത് ഇന്ത്യൻ പ്രവർത്തനത്തിനായിട്ട് പോയി. ഞാൻ ഈ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മുടെ അടുത്തൊരു വിശ്വാസ ഭവനമുണ്ട്, അവരെ ഏൽപ്പിച്ചിട്ടാ പോയത്. അത്യാവശ്യമായിട്ട് പോകേണ്ടത് കൊണ്ട് പോയി. ആ സമയത്ത് ഒന്നുമില്ല കുഞ്ഞിന് കൊടുക്കാനൊന്നുമില്ല. പക്ഷെ എനിക്കത് ഓപ്പണായിട്ട് പറയാൻ പറ്റും. ഞങ്ങൾ പാർക്കുന്ന തൊട്ട് റോഡിന്റെ താഴ്വശത്ത് ഒരു മറ്റ് മുസ്ലിം ഭാഗത്തിൽപ്പെട്ട നല്ലൊരു ഫാമിലി, ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ അവർക്ക് ബിസിനസ്സാ, ചിപ്സും മിച്ചറും ഒക്കെ ഉണ്ടാക്കി, വലിയ ബോർമയാ, അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വിൽക്കുന്ന ജോലിയാണ്. അപ്പൊ ഞാൻ ആ വീട്ടിൽ ഒരു ദിവസം ചെല്ലുമ്പോൾ ഈ കായ എടുത്തിട്ട് ചുമ്മാ അതിന്റെ ആ മണ്ട ഒന്നും എടുക്കാതെ എടുത്ത് വലിച്ചെറിയും. ഞാൻ നോക്കുമ്പോൾ അതിന്റെ ചെറിയ ചെറിയ കാ പഴുത്ത് നിൽക്കുന്നു. ഞാൻ ചെന്ന് പറഞ്ഞു, ചേച്ചി, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാ, ഇത് എടുത്തോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അത് വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട്, അതൊക്കെ എനിക്ക് പരസ്യമായി പറയാൻ ഒരു ലജ്ജയില്ല, ആവി കയറ്റി കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാലം. കാരണം
കൊടുക്കാൻ ആഹാരമില്ലാത്തത് കൊണ്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടുന്ന ഉള്ളി പറക്കിക്കൊണ്ട് വന്ന് കുഞ്ഞുങ്ങളുടെ വയറ് നിറച്ച ഒരു അനുഭവമുണ്ട്. ഇന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ യൗവനക്കാര് കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും ചില പ്രതിസന്ധി വരുമ്പോൾ വിട്ടേച്ചു പോകുന്ന അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിറങ്ങിയിട്ട് എനിക്കറിയാം, അനേകരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. പക്ഷെ കഷ്ടത കാണുമ്പോൾ എല്ലാം വിട്ടിട്ട് വേണ്ട, ദൈവവേല വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറിപ്പോയ അനുഭവമുണ്ട്. പക്ഷെ ഒറ്റ കാര്യം പറയാം, കർത്താവിന് വേണ്ടി വിശ്വാസത്തോടെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടതയോ പട്ടിണിയോ വേദനകളോ നിന്നയോ ഒറ്റപ്പെടുത്തലൊക്കെ വരാം. വചനം പറയുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുമ്പോൾ അനുഭവിക്കുമ്പോൾ അത് നമ്മൾ സഹിച്ചു നിന്നാൽ പിന്നത്തേതിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. സ്തോത്രം. അങ്ങനെ കർത്താവ് 2 അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ തന്നു. ഇളയ മകന്റെ പ്രസവ സമയത്തൊക്കെ ഒത്തിരി എനിക്ക് സ്തോത്രം പ്രതികൂലമായിരുന്നു. ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന്റെ ഒരു തല വലിയ തലയാണ്, ഉടല് ചെറുതാണ്, കുഞ്ഞിന് ആരോഗ്യമില്ല, കുഞ്ഞിന് ജീവനില്ല, അല്ലെങ്കിൽ ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ്, അങ്ങനെ ഒരാളെ രക്ഷപ്പെടത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു സൺഡേ, ഒരു ഞായറാഴ്ച ദിവസം അച്ഛൻ അന്ന് അവിടെ ഇടുക്കിയിൽ സഭാ ചാർജ് ആയതുകൊണ്ട് അവിടെ സഭ ശുശ്രൂഷ കഴിഞ്ഞ് വൈകിട്ട് വരാനിരിക്കുക. പക്ഷെ എനിക്ക് പെട്ടെന്ന് അതിവേദനയാൽ ഭാരപ്പെട്ടത് കൊണ്ട് ഞായറാഴ്ച രാവിലെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. എനിക്ക് സ്തോത്രം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഉടല് ചെറുതാണ്, കുഞ്ഞിന്റെ തല വലുതാണ്, അപ്പോൾ ഈ കുഞ്ഞ് വികൃതമായിട്ടേ ജനിക്കത്തുള്ളൂ. ഇത് കേട്ടപ്പോൾ ഒത്തിരി ഭാരം തോന്നി. കാരണം ആഹാരത്തിന്റെ കുറവ് കൊണ്ടാണെന്ന് ഡോക്ടർമാര് പറയുന്നു. ഓക്കെ, ആമേൻ ഓപ്പറേഷന് വേണ്ടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആ ലേബർ റൂമിലോട്ട് കയറിയിട്ട് ഞാൻ ആ ബെഡിൽ പിടിച്ചുകൊണ്ട് ഞാൻ അലറി കരഞ്ഞ കരച്ചിൽ എനിക്ക് ഇന്നും മറക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, ഊനമുള്ള കുഞ്ഞുങ്ങളെ കാണാൻ നോക്കിയിരിക്കുന്ന വ്യക്തികളുണ്ട്, അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കാണാൻ നോക്കിയിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. പക്ഷേ ഊനമില്ലാത്ത സന്തതിയെ വേണം. എനിക്കോ എന്റെ കുഞ്ഞിനോ ഒന്നും സംഭവിക്കും. ഞാൻ ഈ ഉദരത്തിലോട്ട് കൈവച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, കർത്താവേ, എന്റെ അച്ഛന്റെ കാല് വയ്യ, അച്ഛന് പോകാൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെ ഞാൻ പോകാറുണ്ട്. ഹൈ റേഞ്ച് എന്ന് പറയുമ്പോൾ കുന്നിന്റെ മണ്ടയ്ക്കൊക്കെ ഒരു പക്ഷെ അച്ഛൻ എപ്പോഴും എത്തിപ്പെടാൻ പറ്റത്തില്ല. അവിടെ എല്ലാം ഞാൻ പോയി പ്രവർത്തിക്കും. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, തന്റെ ദാസന് പോകാൻ പറ്റാത്ത ഇടങ്ങളിലെല്ലാം എനിക്ക് പോകണം, എനിക്ക് പ്രവർത്തിക്കണം, എനിക്ക് ഊനമില്ലാത്ത കുഞ്ഞിനെ തരണം, പക്ഷെ എനിക്ക് കത്തി വെക്കരുത്. നോക്കിയേ, ഒറ്റ കരച്ചിലിനകത്ത് കർത്താവ് ഇറങ്ങി വരുമോ എന്ന് ചോദിച്ചാൽ ഇറങ്ങി വരും. ഒരു ഭക്തന് വേണ്ടി, ഒരു ഭക്തയ്ക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരും, കർത്താവ് ഇറങ്ങി വരും. തീർച്ചയായിട്ടും നാം എവിടെ ഇരുന്ന് കരഞ്ഞാലും, നമ്മൾ ഒറ്റപ്പെട്ട് റൂമിനകത്തായാലും ലേബർ റൂമിനകത്തായാലും സ്തോത്രം കാരാഗ്രഹത്തിലാണെങ്കിലും തീച്ചൂളയ്ക്കകത്താണെങ്കിലും ഒരു ഓഫീസിനകത്ത് ഒറ്റപ്പെട്ടിരിക്കുമ്പോഴും ഏത് സ്ഥലത്തിരുന്ന് കരയുന്നോ അവിടെ ഇറങ്ങി വരുന്ന ദൈവമുണ്ടെന്ന് ഞാൻ രുചിച്ചറിഞ്ഞ ഞാൻ പരസ്യമായി പറയാം, എന്റെ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരും. യെശയ്യാവ് പ്രാർത്ഥിച്ചതുപോലെ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുൻപിൽ ഉരുകി പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ, സ്തോത്രം, ഇറങ്ങി വന്നു. ഞാൻ പ്രാർത്ഥിച്ചു. പരിസരമൊന്നും നോക്കിയില്ല, ആൾക്കാരുണ്ടോന്ന് നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, കർത്താവേ, നീ ഇറങ്ങി വരണം. ചെറുതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന നിസ്സാരമായിട്ട് പ്രാർത്ഥിച്ചു വിട്ടുകയാണെന്ന് ഒരിക്കലും അല്ല. ഹൃദയം പൊട്ടിക്കരഞ്ഞതാ, ഹൃദയം പൊട്ടിക്കരഞ്ഞു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഞാൻ ബെഡെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞാൻ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുൻപാണ് എനിക്ക് എന്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ തോന്നി. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസാധാരണ ദൈവസാന്നിധ്യം എന്റെ ശരീരത്തിലേക്ക് വരിക. വന്നു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി. അപ്പൊ ഞാൻ ഒരൊറ്റ നഴ്സുമാരെ ഞാൻ അവിടെ കണ്ടില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ കാണാം അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു ചേച്ചി അവിടെ നിൽക്കുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ചേച്ചി ഒന്ന് ഓടി വരാവോ? അവർ ഓടി വന്നു. അവർക്ക് മനസ്സിലായി. അവർ പെട്ടെന്ന് ആ ബെഡിലോട്ട് കിടത്തി. സെക്കൻഡുകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞിനെ കർത്താവ് തന്നു.
പെട്ടെന്ന് അവര് ഡോക്ടറെയൊക്കെ വിളിച്ചു, എല്ലാവരും ഓടി വന്നു. ഡോക്ടർ വരെ പറഞ്ഞതിന് അത്ഭുതമാണ്, ഒരു അത്ഭുതമാണ്. സ്തോത്രം. ഭയങ്കര മിറുക്കളാ, കാരണം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഓപ്പറേഷന്റെ ഡ്രസ് ഇട്ടിരിക്കാൻ. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, ഞാൻ പറയാറുണ്ട്, കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, ഒത്തിരി ഒത്തിരി എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആരോടും ഇല്ലാത്തൊരു സ്നേഹമാ കർത്താവിന് എന്നോട്. അതെനിക്ക് എപ്പോഴും എനിക്ക് രുചിച്ചറിയാൻ പറ്റും. അങ്ങനെ ഞാന് കുഞ്ഞിനെ തന്നു. അതുപോലെ തന്നെ കുഞ്ഞിന്റെ തല ഒത്തിരി വലുതുവാ, ഉടല് ചെറുതാ, ഒരു എലിക്കുഞ്ഞിന്റെ അണക്ക് ഇങ്ങനെ ഇരിക്കുക. ഞാനിങ്ങനെ എപ്പോഴും തല ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി പ്രാർത്ഥിക്കും. യേശുപ്പ, എന്റെ മുന്നിൽ കിടക്കുന്ന നിന്ദകൾ എല്ലാവരും വന്ന് കാണാൻ വരുമ്പോ നമ്മുടെ സമൂഹം നമുക്കറിയാലോ, എന്നെ പറ്റിയ ഈ കുഞ്ഞിന് ഇതെന്താ ഇത് ഇങ്ങനെ വളർച്ച, ഇത് വളർന്നു വരുമ്പോ ഇത് ദോഷം ചെയ്യും, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഞാനെല്ലാം കേട്ടിട്ട് അവരത് പറയുമ്പോഴും ഞാൻ പറയും, എന്നെ വിടുവിച്ച എന്റെ അച്ഛനെ സൗഖ്യമാക്കിയ എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട്. ആര് പറഞ്ഞാലും ഞാൻ മനുഷ്യന്റെ വാക്കുകൾ ഒന്നും കേൾക്കാറില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. സത്യത്തില് അങ്ങനെ പ്രാർത്ഥിച്ച് ഇപ്പം എന്റെ ഇളയ മകനെ കണ്ട അവന്റെ തലയേക്കാളും വലുതാ വളരും. അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മോന. സ്തോത്രം. കർത്താവിന്റെ വേല ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞ. അങ്ങനെ 2 കുഞ്ഞുങ്ങളെ കർത്താവ് തന്നു ഹൈറേഞ്ചിൽ വെച്ച്. ഞങ്ങൾ ചെറുതോണിൽ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഒത്തിരി കുന്നും മലയും കയറാൻ പറ്റാതെ നാട്ടിലേക്ക് വന്നത്. നാട്ടിലോട്ട് വന്ന് ഞാൻ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ 28 വർഷം കഴിഞ്ഞു. 28 വർഷം. ഈ മെയ് 21 ആകുമ്പോ 28 വർഷമാകും. 2 കുഞ്ഞുങ്ങളെ തന്നു. മൂത്ത മകന്റെ വിവാഹം കഴിഞ്ഞു. അവന് നമ്മുടെ ഒലവക്കോട്, പാലക്കാട് ഒലവക്കോട് സെൻട്രൽ പാസ്റ്റർ മകളാണ് വിവാഹം കഴിച്ചേക്കുന്നത്. രണ്ടാമത്തെ മകൻ സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അവൻ വർഷിപ്പ് ചെയ്യുന്നു കർത്താവിന്റെ നാമത്തിന് വേണ്ടി. 3 പേരും, മോനും മൂത്ത മോനും വൈഫും ഇളയ മകൻ, ഇവര് 3 പേരും ഞങ്ങളോടൊപ്പം കർത്താവിന്റെ, ഞങ്ങൾ 5 പേരും കൂടെ ദൈവവേല ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കത് കയറി പറഞ്ഞതാ. കാരണം അതുപോലെ ഊനമുള്ള അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ തരുമെന്ന് ലോകം പറഞ്ഞു. 6 മാസം തികക്കത്തില്ലെന്ന് മറ്റുള്ളവർ വിധി എഴുതി. ഒറ്റ കാര്യം പറയാം, ആരൊക്കെ ശാസിച്ചാലും, ആരൊക്കെ കളിയാക്കിയാലും, ആരൊക്കെ അവഗണിച്ചാലും മാറിപ്പോകുന്നതല്ല കർത്താവ് തന്ന ദർശനം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്ന വാഗ്ദത്തം. അങ്ങനെ ഞങ്ങൾ ചെറുതോണിൽ നിന്ന് നാട്ടിലോട്ട് വരിക. നാട്ടിൽ വന്നു. ഞങ്ങളുടെ 2 പേരുടെയും വീട് കൊട്ടാരക്കരയാണ്. വന്നിട്ട് അപ്പൊ എന്റെ ചിന്ത എന്താണെന്നറിയാവോ, ഹൈറേഞ്ചിൽ കഷ്ടതയും പട്ടിണിയൊക്കെയാ. നാട്ടിൽ വന്ന സന്തോഷത്തോടെ സുഖകരമായിട്ട് നന്മയുണ്ട്, കഴിക്കാനുണ്ട്, സന്തോഷത്തോടെ ജീവിക്കാം എന്ന് കരുതി 2 ആൺകുഞ്ഞുങ്ങളുമായി നാട്ടിലേക്ക് വന്ന് കുണ്ട്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയ പ്രവർത്തനം എടുത്ത് അവിടെ ദൈവത്തിന്റെ വേല ആരംഭിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പുതിയ പ്രവർത്തനം മതി. അങ്ങനെ പുതിയ പ്രവർത്തനം എടുത്തു. കർത്താവിന് സ്തോത്രം. കർത്താവ് തന്നൊരു ആലോചന പ്രകാരം പള്ളിമുക്ക് എന്ന് പറഞ്ഞു, കുണ്ട്ര പള്ളിമുക്കിനടുത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ പട്ടിണിയുടെ എന്ന് വെച്ചാ നമുക്കത് പറയാൻ പറ്റില്ല. ഓരോ ദിവസം കഴിയും തോറും പട്ടിണിയിലൂടെ പൊക്കൊണ്ടിരിക്കുക. കഴിക്കാനൊന്നുമില്ല. ആഹാരം കഴിക്കാറായ 2 ആൺകുഞ്ഞുങ്ങൾ, ഇവർക്ക് കൊടുക്കാനൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങൾക്ക് തൊട്ടടുത്തൊരു അംഗൻവാടിയിലെ ടീച്ചറുണ്ട്. ഈ ടീച്ചർ വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരു അമൃതയുടെ പൊടി തരും. അത് ഞങ്ങൾ പട്ടിണിയാന്ന് അറിഞ്ഞിട്ട് തരുന്നതല്ല, ടീച്ചറിന് അത് ഫ്രീ ആയിട്ട് കിട്ടുന്നു, ഞങ്ങൾക്കത് ഫ്രീ ആയിട്ട് തന്നിട്ട് പോകും. ഇതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കും, പുട്ടുണ്ടാക്കി കൊടുക്കും. അവരത് മടുത്തു. അവര് പറഞ്ഞു, മമ്മി പപ്പ എവിടെയെങ്കിലും ജോലിക്ക് പോ, ഞങ്ങൾക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങളുടെ വയറൊക്കെ ഒട്ടി അങ്ങ് ക്ഷീണിച്ച്, സ്തോത്രം, ഒത്തിരി വേദനപ്പെട്ടു. നമുക്കൊന്നുമില്ല, നമുക്ക് ആരും ഇല്ല അവിടെ. അങ്ങനെ അത്രയും വലിയ പരിചയമുള്ളവരൊന്നും ഇല്ല അവിടെ. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ശനിയാഴ്ച ദിവസം അച്ഛൻ വിസിറ്റിങ്ങിന് പോയി. ഞാനും കുഞ്ഞുങ്ങളും കൂടെ പ്രാർത്ഥിക്കാനിരുന്നു. അപ്പൊ എന്റെ കയ്യിൽ സൺഡേ സ്കൂളിലെ ബുക്കുണ്ട്. ഞാൻ എല്ലാ ശനിയാഴ്ചയും അന്ന് കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കും. ആ ബുക്ക് എടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, മമ്മി ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് വിശക്കുക, ഞങ്ങൾക്ക് എന്തെങ്കിലും താ. ഒരു അമ്മയുടെ ഹൃദയം ഒത്തിരി വേദനിക്കും. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ 2 കുഞ്ഞുങ്ങളുടെയും തലയെടുത്ത് എന്റെ 2 കാലിലും വെച്ചു. 2 പേരെയും വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം ഇല്ലപ്പാ,
എന്തെങ്കിലും. എന്റെ അച്ഛൻ വരും, വിസിറ്റിങ്ങിന് പോയേക്ക, അച്ഛൻ വരുമ്പം എന്തെങ്കിലും കൊണ്ടുവരണേ. ഒരു ബിസ്ക്കറ്റ് ആയാലും മതി. വലിയ ആഹാരം കഴിക്കാറായ കുഞ്ഞുങ്ങളാ. ദൈവത്തോട് പ്രാർത്ഥിച്ചു. അച്ഛൻ 1 മണിക്ക് വന്നപ്പോ കയ്യിലൊന്നുമില്ല. അയ്യോ, ഹൃദയം പൊട്ടിപ്പോയി. ഒന്നും കയ്യിലില്ല. തകർന്ന ഹൃദയം. ഞാനും അച്ഛനും കൂടെ ആ പ്രാർത്ഥനാ മുറിയിലോട്ട് അങ്ങിരുന്നു. ഇരുന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീതിമാൻ ഒരു പക്ഷെ കൈനീട്ടേണ്ടി വരും. നീതിമാന്റെ സന്തതി അപ്പം ഇറക്കുന്നത് കണ്ടിട്ടില്ല. നീതിമാൻ കൈനീട്ടിയാലും നീതിമാന്റെ സന്തതി പട്ടിണി കിടക്കുക. അപ്പ നീ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഉരുവിട്ട ആ പ്രാർത്ഥനാ വാചകങ്ങൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറക്കത്തില്ല. ദൈവസന്നിധിയിൽ അലറിക്കരഞ്ഞു, എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഒന്നുമില്ലപ്പാ, ഇനി പറ്റില്ല, പട്ടിണി കിടക്കാൻ വയ്യപ്പാ. ദൈവത്തോട് എനിക്കറിയാം എന്റെ യേശുപ്പൻ എല്ലാ ജീവിതത്തിലും ഒത്തിരി അത്ഭുതങ്ങളാ ചെയ്തേക്കുന്നത്. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വാതിക്കൽ വന്ന് മുട്ടുന്ന സമയം ഞങ്ങൾ വന്ന് പെട്ടെന്ന് വാതിൽ തുറന്നപ്പോ ഞങ്ങൾ കണ്ട കാഴ്ച, ഞങ്ങൾ പാർക്കുന്ന വീണ്ടും തൊട്ട് ഓപ്പോസിറ്റ് വീട്ടിലെ ആന്റിയാണ്. ആ ആന്റി മർത്തോമ ചർച്ചിലാ പോകുന്നത്. ഹസ്ബൻഡും മക്കളും സൗദിയിലും. അപ്പം ഒരിക്കലും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല. അവര് വലിയ നല്ല കുടുംബത്തിലെ ആന്റി, അങ്ങനെ പുറത്ത് വരാറില്ല. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്നും വന്നിട്ടില്ല. പക്ഷേ അപ്പൊ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, എന്നാ ആന്റി എന്നാ? അപ്പൊ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഇന്നൊരു ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞു. ആ ഗസ്റ്റിന് വേണ്ടുന്ന ആഹാര സാധനം എല്ലാം ഓർഡർ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് ആഹാരം കൊണ്ടുവച്ച് അവർ പോയി കഴിഞ്ഞപ്പോൾ ആ ഗസ്റ്റ് പറയാ, ഞങ്ങൾക്ക് ഇന്ന് വരാൻ പറ്റില്ല. അപ്പൊ ആന്റി പറഞ്ഞു, ഇതൊന്നും ഞാൻ കഴിക്കില്ല, ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. അയ്യോ, ആ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, കൊണ്ടുവന്നു ആന്റി. ആഹാര സാധനം എല്ലാം വീട്ടിൽ കൊണ്ടുവന്നു, എല്ലാ സാധനം. അവരൊന്നും എടുത്തില്ലേ. ആ സാധനം ഫുൾ, ആ ആഹാര സാധനം എല്ലാം വീട്ടിൽ വന്നു കഴിഞ്ഞു. ഞങ്ങൾ അന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത യുവസമർത്ഥമായ ആഹാരം, ശ്രേഷ്ഠകരമായ ആഹാരം. ആന്റി പോയി, ഞങ്ങൾ വാതിൽ കുറ്റിയിട്ടു. ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, ഇതാ ഗസ്റ്റിന് വേണ്ടി ഓർഡർ ചെയ്തതല്ല. അതാ ഗസ്റ്റിന് വേണ്ടി അല്ല ഓർഡർ ചെയ്തത്. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി കർത്താവ് കരുതിയതാ, കർത്താവ് ഒരുക്കിയതാ. കർത്താവ് കരുതുമോ എന്ന് ചോദിച്ചാൽ കരുതും. കെരിയത്തുള്ള വെള്ളം വറ്റും, കാക്കയുടെ വരവ് നിൽക്കും, ഉയരത്തിലെ ശക്തി നിന്നു പോയിട്ടില്ല. ഒരു ഭക്തൻ കരഞ്ഞാൽ സ്വർഗത്തിലെ അപ്പൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഒരു പക്ഷേ ഒരു പട്ടിണി അല്ലെങ്കിൽ ഒരു കഷ്ടത വരുമ്പോൾ അതിന്റെ പിന്നിൽ കർത്താവ് മുന്നമേ കരുതി വെച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് പറയുമ്പോൾ എനിക്ക് എപ്പോഴും എന്റെ നാവിലൂടെ ഉരുവിടുന്ന ഒരു വചനമുണ്ട്. അബ്രഹാം കത്തിയെടുത്ത് ഇസഹാക്കിനെ യാഗം കഴിക്കുന്ന സമയത്ത് ഒരു പക്ഷെ പിശാച് മാറി നിന്ന് പറയും, നിന്റെ വാഗ്ദത്ത സന്തതി ഇതോടെ തകരും, ഇതോടെ അവസാനിച്ചു, ഇനി ഒരു സന്തതി ഇല്ല എന്ന് പറയുമ്പോൾ അടുത്ത ശബ്ദം, അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. ഈ ശബ്ദം കേട്ട് അബ്രഹാം നോക്കുമ്പോൾ കണ്ട കാഴ്ച ഒരു ആട്ടിൻകുട്ടിയല്ല കണ്ടത്, ഒരാട്ടുകൊറ്റനെയാ കണ്ടത്. ഒരാട്ടുകൊറ്റന്റെ കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്നതാ അബ്രഹാം കണ്ടത്. എന്ന് വെച്ചാൽ ഇസഹാക്ക് ജനിച്ചപ്പോൾ തന്നെ എന്റെ കർത്താവ് ഒരു ആട്ടിൻകുട്ടി ഒരുക്കി. ഇസഹാക്ക് വളർന്നതോടൊപ്പം ആ ആട്ടിൻകുട്ടിയും വളർന്ന് അതൊരു ആട്ടുകൊറ്റനായി അതിന്റെ കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കുക. അബ്രഹാമിന് വേണ്ടി, ഇസഹാക്കിന് വേണ്ടി കർത്താവ് കരുതിയ കരുതല്. സ്തോത്രം. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ തന്റെ ഭക്തന്മാരെ കരുതുന്ന ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് അനുഭവിച്ച് രുചിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പിന്നെ ഞങ്ങള് അവിടെ നിന്ന് ആ കുണ്ട്രയിൽ ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ 3 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് പെരുങ്കുളം, കലയപുരത്തിനടുത്ത് പെരുങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി. അവിടേക്ക് വന്നു. സ്തോത്രം. അവിടെ പാഴ്സണേജ് ഇല്ല, ആരാധനാ ഹോള് മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങളെ ആ സമയത്ത്.
ആ സമയത്ത് ഞങ്ങൾക്കൊരു പഴയ വീട് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സ്തോത്രം, നമുക്കന്ന് വാഹനമൊന്നുമില്ല, ഒരു പഴയ വീടാണ്. ഇടയ്ക്കിടയ്ക്ക് ദൃക്സാക്ഷികളുണ്ട്. കാരണം വീടിന്റെ ഓടിങ്ങനെ പൊട്ടി കുഞ്ഞുങ്ങളുടെ ഇങ്ങനെ തലയിലൂടെ വീണിട്ട് ഒരു പോറല് പോലും സംഭവിച്ചില്ല. കലവരത്തെ സാവു പാസ്റ്റർ എന്ന് പറയും, ആ പാസ്റ്റർക്ക് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം അതുപോലെ ഞങ്ങൾക്ക് ഒത്തിരി, അതുപോലെ പാമ്പ് 2ഉം 3ഉം പാമ്പ് ചുറ്റിയ ഓടിന്റെ ആ മുകളിലൂടെ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നതൊക്കെ ഭയങ്കര ഭയപ്പെട്ട ഞങ്ങളവിടെ താമസിച്ചിട്ടുള്ളതൊക്കെ. പിന്നെ മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോകത്തില്ല. അങ്ങനെ ഞങ്ങള് പായൊക്കെ ചുരുട്ടി വെള്ളം വീഴാത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ മാറിയിരുന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മാറിയിരുന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വീടാ. പക്ഷേ ആ വീടിന്റെ ഉടമസ്ഥൻ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും അവര് ആയൂര് താമസിക്കുന്നു. അവര് തമ്മിൽ എന്തോ ഒരു പ്രശ്നം വന്നിട്ട് ആ അച്ഛൻ ഒരു രാവിലെ പ്രഭാതത്തിൽ ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഇന്ന് തൊട്ട് ഞാൻ ഇവിടെ താമസിക്കുക, ഇതെന്റെ വീടാണ്, ഞാനാ താമസിക്കുന്നത്, നിങ്ങൾ ഇറങ്ങണം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു വീടില്ലാതെ ഞങ്ങൾ എങ്ങോട്ട് പോകണം? പറ്റില്ല, നിങ്ങൾ ഇറങ്ങിയേ പറ്റൂ, ഇനി ഞാൻ ഇവിടെ താമസിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് കുറച്ച് പാത്രങ്ങളും ഡ്രസ്സും മാത്രമേ ഉള്ളൂ. ഞങ്ങളതെല്ലാം ഒരു ചാക്കിനകത്ത് വാരി കെട്ടി നമ്മുടെ കൊളക്കട ഷാരോൺ സഭയിൽ പോകുന്ന പാപ്പച്ചാനും അമ്മാമ്മയും തൊട്ടടുത്ത് താമസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മീറ്റിങ്ങിന് ഇവർ വന്നു. മറക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഒത്തിരി ആഹാരം തന്ന് ഞങ്ങളെ സംരക്ഷിച്ച ഒരു കുടുംബമാണ്. അപ്പം ഈ പാപ്പച്ചാനും അമ്മാമ്മയും ഇറങ്ങി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, പാസ്റ്ററെ ഭാരപ്പെടണ്ട, ഞങ്ങളവിടെ താമസിക്കാം എന്ന് പറഞ്ഞു വിളിച്ചു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം വാരി അവരുടെ വീടിന്റെ ആ കളിയിൽ കൊണ്ട് സാധനം എല്ലാം ഇട്ടിട്ട് നമുക്കൊരു താമസിക്കാൻ പറ്റത്തില്ല. എത്രയ്ക്കായാലും ഞങ്ങൾ താമസിച്ചില്ല. ആ സാധനം എല്ലാം അവിടെ കൊണ്ടിട്ടിട്ട് ഒരു ജോഡി ഡ്രസ്സും എടുത്തുകൊണ്ട് കാല് വയ്യാത്ത എന്റെ അച്ഛനും എന്റെ 2 ആൺകുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ റോഡിന്റെ നടുക്ക് വന്ന് നിൽക്കുക. ഞങ്ങൾക്ക് പോകാൻ വീടില്ല. ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണം? ഞങ്ങൾക്ക് ആരെങ്കിലും വീട് തരുമോ? തരത്തില്ല. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ആ കുറച്ച് ട്രാക്ട് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ വീടുകൾ കയറി ഇറങ്ങി ട്രാക്ട് കൊടുക്കും, സുവിശേഷം പറയും. ആരെങ്കിലും എന്തെങ്കിലും തരണേ എന്ന് ഹൃദയത്തിൽ ആഗ്രഹിക്കും. കുഞ്ഞുങ്ങൾ പട്ടിണിയല്ലേ, അപ്പം എന്തെങ്കിലും തരണമെന്ന് ആഗ്രഹിക്കും. ഞങ്ങൾ ഒരു നല്ല ആഹാരം കഴിക്കാൻ ആഗ്രഹിച്ചു, നല്ലൊരു വസ്ത്രം ഉടുക്കാൻ ആഗ്രഹിച്ചു, ഏതെങ്കിലും ആരും ഇറക്കി വിടാത്ത ഒരു ഭവനത്തിൽ പാർക്കാൻ ആഗ്രഹിച്ചു. ദിവസങ്ങളോളം അവിടെ ഞാൻ ചിലരുടെ പേര് പറയുന്നത് ഇന്നും അവരൊക്കെ ജീവനോടെ ഉണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ അവർ വരാറുണ്ട്. സുശീല എന്ന് പറഞ്ഞൊരു ആന്റി, അന്ന് ആന്റി ഓർത്തഡോക്സ് പള്ളിയിൽ പോവുക. ഞങ്ങൾ അലയെന്ന് കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് ആഹാരം തരും. വയറു നിറച്ച് ആഹാരം തന്നു. ഇവരെയൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല, ഈ ആന്റി ഒന്നും മറക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾ രാത്രി സന്ധ്യയാകുമ്പോൾ ആരുടെയെങ്കിലും എവിടെയെങ്കിലും സ്വന്തക്കാരുടെ വീട്ടിൽ പോയി കിടക്കും. കാരണം അവർക്കറിയില്ല ഞങ്ങൾക്ക് വീടില്ലാഞ്ഞിട്ടാ വന്നേന്ന്. അവര് വിചാരിക്കും സന്തോഷം കൊണ്ട് സ്നേഹം കൊണ്ട് വന്നേ. ഞങ്ങൾ ആ വീടുകളിൽ പോയി കിടക്കും. അങ്ങനെ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾ ഇപ്പോൾ പാർക്കുന്ന കുന്നക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത്, കൊട്ടാരക്കരയ്ക്കടുത്ത് കുന്നക്കര ഒരു സ്ഥലത്ത് ഞങ്ങളടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ സെൻട്രൽ മാസ്റ്റർ പറഞ്ഞു, അവിടെ ഒരു വീട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സാധനമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളെ തലേ രാത്രി വിളിക്കുന്നു, പറയുന്നു. അന്ന് ഞങ്ങൾ സാധനങ്ങളെല്ലാം പിറ്റേ ദിവസം രാവിലെ ആ വണ്ടിക്കകത്ത് കയറ്റി ഞങ്ങൾ ഈ വീട്ടിൽ വന്നു. ഈ റോഡിൽ ഇറക്കിയിട്ട് കുറച്ച് നടക്കണം. ഞങ്ങൾ ഈ സാധനം എല്ലാം ചുമ്മിക്കൊണ്ട് ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട് പൂട്ടിയിട്ടിരിക്കുക. തൊട്ടടുത്തുള്ള വീട്ടിൽ ചോദിച്ചു, ഈ വീട്ടിൽ ആളില്ലേ? അങ്ങനെ പറഞ്ഞു, ഇവിടെ ആരും ഇല്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് തൊട്ട് ഇവിടെ താമസിക്കാൻ വരുക. അപ്പം ആര് പറഞ്ഞു? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ, ഞങ്ങളുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലായിരുന്നു, ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവര് പെട്ടെന്ന് പറഞ്ഞു, ഈ വീട് കൊടുക്കുന്നില്ല, ഈ വീട് വാടകയ്ക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് സംഭവിച്ചതൊക്കെ കാരണം അത് നമുക്കറിയാം. അപ്പം ഇടയ്ക്ക് സംഭവിച്ചത് ഒരു പ്രാർത്ഥന നടക്കുന്നു എന്ന് അറിഞ്ഞത് കൊണ്ട് ഇനി അവിടെ പ്രാർത്ഥന നടത്താനാണെന്ന് കരുതിയാ തരാഞ്ഞത്. പിന്നത്തെ മനസ്സിലായി. എന്തുവായാലും ഞങ്ങള് ഈ സാധനങ്ങളെല്ലാം പിന്നെയും ഞങ്ങളുടെ തലയിൽ വെച്ച് ചുമ്മി റോഡിൽ കൊണ്ടിട്ട് അവിടെ നിന്നും കരഞ്ഞു. 1ഉം 2ഉം പ്രതികൂലങ്ങളല്ല ജീവിതത്തിൽ അനുഭവിച്ചത്. അവിടെ നിന്ന് കരഞ്ഞ ഒരു കരച്ചില്, ദൈവമേ
എന്റെ ഈ അച്ഛനെയും എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ ഇനി അലയില്ലപ്പ. ഞങ്ങൾ അലയാൻ ഇടയാക്കരുത്. ഞങ്ങൾക്കിനി പറ്റില്ല ദൈവം. ഞങ്ങൾക്ക് ആരും അടിച്ചിറക്കാത്ത ഒരു ചെറിയ വീട് ഞങ്ങൾക്ക് വേണം. ദൈവത്തോട് സത്യത്തിൽ ഒരുപക്ഷെ നമ്മൾ മറന്നു, ഒരു ദേശത്ത് നിന്ന് പ്രാർത്ഥിച്ച കണ്ണുനീർ ഞാൻ എപ്പോഴും പറയും, നമ്മൾ ചുമ്മാ ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. ഹൃദയത്തിൽ തകർക്കപ്പെട്ട് നിലവിളിച്ച ഭക്തന്മാരെ കൈവിടാത്ത കർത്താവ് ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ, കർത്താവേ ഞങ്ങളെ കൈവിടല്ലപ്പ. അങ്ങനെ പ്രാർത്ഥിച്ചു, അവിടെ നിന്ന് കരഞ്ഞു, ഞങ്ങൾ കരഞ്ഞ്. ആ സമയത്ത് എന്റെ അച്ഛന്റെ അപ്പച്ചൻ പറഞ്ഞു, ഇനി എന്റെ കാല് വീഴാത്ത കുഞ്ഞിനെ എങ്ങും ഞാൻ അലയാൻ വിടത്തില്ല എന്ന് പറഞ്ഞ അപ്പച്ചൻ ഞങ്ങളെ കൊണ്ട് പോയി. അവിടെ നിന്ന് ഒരു പറങ്കിമാവ് അറുത്ത് അത് മില്ലിൽ കൊണ്ടുപോയി അറുത്ത് ഒരു ഷെഡ് ഉണ്ടാക്കി ഞങ്ങളെ ആ ഷെഡിൽ പാർപ്പിച്ചു. ഞങ്ങൾ ആ ഷെഡിനകത്ത് പാർത്തു. എന്റെ മൂത്ത മകന്റെ വിവാഹ സമയത്ത് എന്റെ ഇളയ മകൻ സാക്ഷ്യം പറയുന്നുണ്ട്. എന്റെ ഇളയ കുഞ്ഞ് സാക്ഷ്യം പറയുന്നുണ്ട്, ഷെഡിനകത്ത് പാർത്ത സമയം ഞങ്ങൾ ആ ഷെഡിനകത്ത് താമസിച്ചു. ഷെഡിനകത്ത് താമസിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഷെഡാ, ഒരു ചെറിയ കർട്ടൻ മറിച്ചൊരു കിച്ചൺ ഉണ്ടാക്കി. അവിടെയും പട്ടിണിയും കഷ്ടതയും. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഒട്ടി വയറോടെ രാത്രി കിടന്ന് ഉറങ്ങുന്നു. ഒട്ടി വയറോടെ ഉറങ്ങുമ്പോ ഞാൻ രാത്രി എഴുന്നേക്കും. അച്ഛനും കുഞ്ഞുങ്ങളും കിടക്കുന്ന സമയത്ത് ഞാൻ രാത്രി എഴുന്നേക്കും. എന്നിട്ട് കൊച്ചുങ്ങളിടയ്ക്ക് പോയിരിക്കും. രണ്ട് കുഞ്ഞുങ്ങളുടെയും ശരീരത്ത് കൈവെക്കും. രണ്ടുപേരുടെയും ആ കാലിന്റെ അടുത്താണ് ഞാൻ പോയിരിക്കുന്നത്. രണ്ടുപേരുടെയും കാലിന്റെ അടുത്ത് പോയിരുന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ കുഞ്ഞുങ്ങൾക്ക് പട്ടിണി കിടക്കാൻ അനുവദിക്കരുതേ, ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം വേണം എന്ന് ദൈവത്തോട് ചോദിച്ച് കരഞ്ഞ സന്ദർഭങ്ങൾ. അപ്പൊ ഇങ്ങനെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോ എത്രക്കായാലും കണ്ണുനീര് വരും. കണ്ണുനീര് വരുമ്പോ ഈ കണ്ണുനീരല്ല ഇവരുടെ കാലേ വീഴും. പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മമ്മി ഞങ്ങൾക്ക് ഉറങ്ങണം, മമ്മി ഞങ്ങൾ ഈ കണ്ണുനീര് വീഴുമ്പോ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഉറങ്ങണം, മമ്മി ശല്യം ചെയ്യില്ല. കൊച്ചു പിള്ളേരല്ലേ. പക്ഷേ എന്റെ മൂത്ത മകന്റെ വിവാഹത്തിന് എന്റെ ഇളയ കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായേ, അന്ന് നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്റെ കുഞ്ഞുങ്ങൾ മറന്നില്ല. അവന്റെ ഹൃദയത്തിൽ അവര് സംഗ്രഹിച്ചു വെച്ചിരുന്നു. അമ്മമാരുടെ കണ്ണുനീരൊന്നും വെറുതെ അല്ല. നമ്മൾ ചിന്തിക്കും, കുഞ്ഞുങ്ങൾ കാല് തട്ടിയിട്ട് പറയും, മമ്മി മതി, മമ്മി പ്രാർത്ഥിക്കണ്ട എന്ന് പറയുമ്പോഴും അവരുടെ ഹൃദയത്തിനകത്തുണ്ട് എന്റെ അമ്മയുടെ കണ്ണുനീർ, എന്റെ അമ്മയുടെ പ്രാർത്ഥന. സ്തോത്രം. അവർക്കറിയാം. പ്രൈസല്ലോ. അതുകൊണ്ട് ആ ഷെഡിനകത്ത് ദൈവസം നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷെ കർത്താവ് സ്റ്റെപ്പായി ഓരോ തലങ്ങളിൽ മാനിക്കാൻ തുടങ്ങി. 2015-16 കാലയളവിൽ ചെറിയ മീറ്റിങ്ങിന് മീറ്റിംഗ് ഞാൻ എത്ര ഷെഡാണെങ്കിലും ഷെഡിനകത്ത് പ്രാർത്ഥന വയ്ക്കുമായിരുന്നു. ഞങ്ങളുടെ പൊന്മാനൂർ, തൃക്കണ്ണമംഗൽ പൊന്മാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാ ചർച്ചും, ബ്രദറൻ ചർച്ച്, ഓർത്തഡോക്സ്, മർത്തോമ എല്ലാം വിളിച്ചുകൂട്ടി ഞാനിങ്ങനെ. പക്ഷെ എത്ര കഷ്ടതയാണെങ്കിലും ദൈവസന്നിധി ഒത്തിരി പ്രത്യാശയും സന്തോഷമായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ എനിക്ക് അത് ദൈവം തന്നൊരു കൃപയാണ്. ചെറുപ്രായം തൊട്ടേ അത് അനുഭവിച്ചത് കൊണ്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുക, എല്ലാരെയും വിളിക്കും. സ്തോത്രം. അങ്ങനെ പ്രെയർ ഗ്രൂപ്പ് ഒക്കെ തുടങ്ങി. കർത്താവ് ചെറിയ തലത്തിൽ മാനിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോ സ്തോത്രം, കൊട്ടാരക്കരയില് 2016 ഒരു കൺവെൻഷന് വേണ്ടി അച്ഛനെ വിളിച്ചു. ചെറിയൊരു കൺവെൻഷൻ 2016 ഡിസംബർ മാസത്തിൽ അച്ഛനെ ആ കൺവെൻഷന് വിളിച്ചപ്പോ ഈ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ അനുഭവം പറയാൻ ചെറിയൊരു മെസ്സേജ്, ചെറിയൊരു ഗ്രാമത്തിൽ വെച്ചൊരു കൺവെൻഷൻ. ഈ സമയത്ത് അച്ഛന് പ്രസംഗിക്കേണ്ട സമയമായപ്പോ എഴുന്നേക്കാൻ വന്നു. അസ്ഥിക്ക് തേയ്മാനമാണ്, ആൾക്ക് വയ്യാത്ത, അതുകൊണ്ട് എഴുന്നേക്കാൻ വയ്യാതെ പെട്ടെന്ന് വിലങ്ങി പിടിച്ചു. അപ്പം എന്റെ ചിന്ത, അച്ഛന് പ്രസംഗിക്കാൻ പറ്റാത്തത് കൊണ്ട് വേറെ ആരെങ്കിലും എഴുന്നേൽക്കും, വേറെ അനേക ദൈവദാസന്മാരുണ്ട്, അവരാരും എഴുന്നേൽക്കും എന്ന് ചിന്തിച്ചു. പക്ഷേ അന്ന് ആ അധ്യക്ഷനായിട്ടിരുന്ന പാസ്റ്റർ പറഞ്ഞു, ബിജു പാസ്റ്റർക്ക് സുഖമില്ലാത്തത് കൊണ്ട് ബിജു പാസ്റ്റർ ഭാര്യ റീജ ബിജു ശുശ്രൂഷിക്കും എന്ന് പറഞ്ഞു. സത്യം വരെ അതുവരെ ഞാൻ ശുശ്രൂഷിച്ചിട്ടില്ല. മീറ്റിംഗ് ലീഡ് ചെയ്യും, നടത്തും, പ്രാർത്ഥിക്കും, അത്രയ്ക്കും. പക്ഷെ പ്രസംഗിക്കാൻ അറിയില്ല. ആ സമയത്ത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്റെ ചെവി, എന്നോട് കർത്താവ് വ്യക്തമായി ഇടപെട്ടിട്ടുണ്ട്. ദൈവം ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, ഇന്നലകൾ കഴിഞ്ഞുപോയി,
നാളെ വരുമെന്ന് ഉറപ്പില്ല. ഇന്ന് നിന്റെ ദിവസമാണ്, ഇന്ന് നിന്റെ ദിവസമാണ്. വ്യക്തമായി കർത്താവ് സംസാരിച്ചു. ഞാൻ എഴുന്നേൽക്കാതിരിക്കുക വാശി, കാരണം എനിക്ക് പറ്റില്ല. ഇത്രയും ദൈവദാസന്മാരിയ്ക്കുമ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല. എന്റെ മനസ്സ് അങ്ങ് വേദനിക്കുക, എന്റെ കണ്ണെല്ലാം ഇരുട്ട് കയറി, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ കർത്താവ് വ്യക്തമായി സംസാരിച്ചു. ഞാൻ ഒരു പാട്ടൊക്കെ പാടി എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നിട്ട് ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ തന്ന വചനം എനിക്കത് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 33-ാം വാക്യം, ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും. വ്യക്തമായി ദൈവം തന്ന വചനം, ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും. ഈ വചനമായിട്ട് നിന്നു. അസാധാരണമായ ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റി. അങ്ങനെ ദാവീദിനെ തെരഞ്ഞെടുത്തതും ദാവീദിന്റെ ഒരൊറ്റ കല്ലുകൊണ്ട് ഇസ്രായേൽ എങ്ങും പ്രസിദ്ധമായ വിഷയം ഞാൻ പ്രസംഗിച്ചു. ശമൂവേൽ പ്രവാചകനെ വിട്ടത് ശമൂവേൽ പ്രവാചകൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കാനല്ല, ദൈവം തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യാനാണ്. ഈ വിഷയം പ്രസംഗിച്ച് ദൈവാത്മാവ് വ്യക്തമായി പറഞ്ഞു, ദാവീദിന്റെ ഒരു ഒറ്റ കല്ലുകൊണ്ട് ദാവീദ് ഇസ്രായേൽ പ്രസിദ്ധമായി. ഈ വചനം പ്രസംഗിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ വിടുതലെന്ന് പറഞ്ഞതാ. ഈ വചനം പ്രസംഗിച്ച് കഴിഞ്ഞ് മെസ്സേജ് എല്ലാം കഴിഞ്ഞിരുന്നു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് മസ്കറ്റിലെ ഒരു കുടുംബം എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഞങ്ങൾക്ക് വചനമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങള് മസ്കറ്റിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, എനിക്ക് പാസ്പോർട്ട് ഇല്ല, എനിക്ക് ശുശ്രൂഷയൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ടാ ശുശ്രൂഷിക്കുന്നത്. അവര് പറഞ്ഞു, സാരമില്ല സിസ്റ്റർ പോരെ, ഞങ്ങൾ കൊണ്ടുപോകാം. അങ്ങനെ ഞാൻ ദൈവസഭി ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ദൈവദാസന്മാരൊക്കെ ഞങ്ങളോട് പറഞ്ഞു, ദൈവം തന്ന സമയങ്ങൾ നഷ്ടമാക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ 2017 ജാനുവരി മാസം 21-ാം തീയതി ആദ്യമായി അവരോടൊപ്പം മസ്കറ്റിലേക്ക് പോകുക. മസ്കറ്റിൽ ചെന്നപ്പോൾ എനിക്ക് ദൈവം തന്ന വചനങ്ങൾ ഒത്തിരി ബലവാ. അത് ഇത് പറയുന്നത് മറ്റുള്ളവർക്ക് ഒത്തിരി ആശ്വാസമാണ്. അവിടെ ചെന്ന് ശുശ്രൂഷകൾ എല്ലാ ദിവസവും മീറ്റിങ്ങുകളാ. അവസാനം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഒന്നും അറിയില്ല, അപ്പൊ എനിക്ക് വീട്ടിൽ പോകണം, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്നൊരു ചിന്തയിട്ട് നമ്മുടെ തലവടി കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ തലവടി കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ പാസ്റ്റർ നിത്യതയിൽ വിശ്രമിക്കുന്നു മസ്കറ്റിലെ തലവടി കുഞ്ഞുമോൻ പാസ്റ്റർ എന്നോട് പറഞ്ഞു, റീജ 5 മണിക്ക് റെഡി ആകണം എന്ന്. അന്ന് ഫിലിപ്പീൻസിന്റെ മീറ്റിംഗ് പോകണം. അപ്പം ട്രാൻസ്ലേഷൻ ഉണ്ട്. ഞാൻ റൂമിൽ കയറിയിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, എനിക്ക് ഒന്നും അറിയില്ലപ്പാ, എനിക്ക് പറ്റില്ല പോകാൻ. ദൈവം എനിക്ക് തന്ന വചനം, മക്കളെ, ആരോടും ഇല്ലാത്തൊരു സ്നേഹമാ നിന്നോട്. വയലിൽ എല്ലാവരും വന്നു കാലപറക്കാൻ, പലരും കാലപറക്കാൻ ഇറങ്ങി. പക്ഷെ അവരോട് ആരോടും ഇല്ലാത്തൊരു സ്നേഹമായിരുന്നു രൂത്തിനോട്. ആമേൻ. അവൾക്ക് വേണ്ടി കെട്ടിവെച്ചിരിക്കുന്ന കറ്റയ്ക്കകത്തുനിന്ന് വലിച്ചിടാൻ പറഞ്ഞു. എനിക്ക് തന്ന വചനമാ. അവൾ ആ കറ്റകളുടെ ഇടയിലൂടെ നടക്കട്ടെ, അവൾക്കായിട്ട് വലിച്ചിട്ടേക്കണം. അവൾക്കായിട്ട് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അവൾക്കായിട്ടെന്ന് പറയണമെങ്കിൽ അവിടെ അനേകര് കാലാപറക്കാൻ ഇറങ്ങി. പക്ഷേ നിയമം ഒരിക്കലും അനുകൂലമല്ല. സ്തോത്രം. ഈ പരദേശികൾക്കും അനാഥർക്കും വിധവമാർക്കും വേണ്ടി വയലിന്റെ ചുറ്റും നെൽക്കതിരിട്ടിരിക്കും. എല്ലാവരും കൊയ്തു പോയി കഴിഞ്ഞേ ആ കാല പറക്കിക്കൊണ്ട് പോകാൻ പറ്റൂ. പക്ഷെ വയലിന്റെ ഉടമസ്ഥനായ ബോവസ് പറയാ, അവൾ ആ കറ്റകളുടെ ഇടയിലൂടെ നടക്കട്ടെ, അവൾക്കായിട്ട് വലിച്ചിട്ടേക്കണം. സത്യത്തിൽ കർത്താവിനോട് പറഞ്ഞ്, മക്കളെ, നിന്നെ ഈ രാജ്യത്തിന്റെ ഇടയിലൂടെ നടത്തുക. നീ ഒത്തിരി അവഗണിക്കപ്പെട്ടതാ. ഓരോ വേദികളിൽ ചെല്ലുമ്പോ കാല് വീഴത്ത ആളായ പോലും ഒന്ന് എഴുന്നേറ്റ് തരാൻ പോലും ആരുമില്ല. സാമ്പത്തികമില്ല, വീടില്ല, കഴിവുകളില്ല, വലിയ സഭയല്ല. എല്ലാം കൊണ്ട് ഞങ്ങൾ എല്ലാം പിന്നോക്കം ആയതുകൊണ്ട് സ്തോത്രം, എവിടെ ചെന്നാലും ഒരു വ്യക്തി പോലും, അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ കാല് വയ്യാത്ത ഒന്ന് എഴുന്നേറ്റ് കൊടുക്കാൻ പോലും മനസ്സില്ലാത്ത ജനത്തിന്റെ സമൂഹത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുണ്ട്. ദൈവമേ, നീയല്ലേ ഞങ്ങളെ ദൈവവേലയ്ക്ക് വിളിച്ചേ എന്ന് ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ വചനം എന്നെ ബലപ്പെടുത്തി. അന്ന് ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷ കർത്താവ് ചെയ്യിച്ചു. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, കർത്താവ് അവിടെ തുടങ്ങിയതാ. അവിടെ മുതല് ആമേൻ സ്വത്രം പല രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് കർത്താവ് പറഞ്ഞ വചനം, ദാവീദ്
ആമേൻ, സ്തോത്രം. ഇസ്രായേലിൽ പ്രസിദ്ധമായെന്നുള്ള വചനം എന്റെ ജീവിതത്തിൽ ദൂതുകളായി വാക്തത്വങ്ങളായി വന്നു ഭവിച്ചു. ഞാൻ വിശ്വസിക്കുന്നു, പ്രസംഗിച്ചാലും ദൂതുകൾ കേട്ടാലും ദൈവത്തിന്റെ വാക്തത്വം ദൈവശബ്ദം കേട്ടാലും പക്ഷെ എതിരുകൾ വരും, പ്രതികൂലങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. പക്ഷെ ഒരിക്കലും പിന്മാറിപ്പോകരുത്. ഞാൻ എന്നെ കുറിച്ച് ഇനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്കറിയാം ഞാനും ദൈവമായിട്ടൊരു ബന്ധം. എനിക്ക് എന്റെ അച്ഛന്റെയും എന്റെ 3 കുഞ്ഞുങ്ങളുടെയും സപ്പോർട്ട് എനിക്ക് ഒത്തിരി വരും. അവര് 3 പേരും, കുഞ്ഞുങ്ങളും അച്ഛനും, എത്ര പ്രതികൂലങ്ങൾ വന്നാലും അവരുടെ ആ ഒരു സപ്പോർട്ടാണ് ഞാൻ നിൽക്കുന്നത് സത്യത്തില്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ചിന്തിക്കും, ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ചിന്തിക്കും അടുത്തൊരു ജയം, കർത്താവെ അടുത്തൊരു തലത്തിലേക്ക്. നമ്മുടെ മനസ്സ് തകർന്ന് ഇവിടെ ഒരു റൂമുണ്ട്. എന്ത് വേദന വന്നാലും ഓടിച്ചെന്ന് ഞാൻ ആ റൂമിലോട്ട് വീണിട്ട് ഞാനൊരു പൊട്ടിക്കരച്ചിലുണ്ട്. പക്ഷെ ഞാൻ ആരോടും ചോദിക്കാറില്ല, ഒരു മനുഷ്യരോടും ഞാൻ ചോദിക്കാറില്ല. ഒന്നിനും ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നോണം പ്രതികരിക്കരുത്, ആരോടും പ്രതികരിക്കരുത്. ആരോടും ചോദിക്കാൻ പോകരുത്. ദൈവസതി കരയണം. ദൈവം നമുക്കാക്കി, ഹന്നായിക്ക് ഒരു പെനീനെ കർത്താവ് ആക്കി വെച്ചതാ. അതെ, അതുപോലെ നമ്മൾ ദൈവസ്ഥം ചെന്ന് കരയാൻ വേണ്ടി നമുക്കൊരാളെ ഒരുക്കി വെക്കും. അപ്പൊ അടുത്ത തലത്തിലേക്ക് കയറണമെങ്കിൽ തുറുതുറുപ്പില്ല, ദൈവസതി കരയണം. അങ്ങനെ സ്തോത്രം. അങ്ങനെ ഞങ്ങള് 2017 തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് അനേക സ്ഥലങ്ങളിൽ, സ്റ്റേറ്റുകളിൽ, രാജ്യങ്ങളിൽ ദൈവവേല കർത്താവ് ഞങ്ങൾ ഉപയോഗിച്ചു. ഒരിക്കൽ പട്ടിണി കിടന്ന് സുവിശേഷം അറിയിച്ച് ട്രാക്ട് കൊടുത്തതിന്റെ മറുപടികൾ, ഒറ്റ അനുഭവം ഞാൻ പറയാം. ഒരനുഭവം, ഒത്തിരി പറയാൻ നിന്ന സമയങ്ങൾ മുന്നോട്ട് പോകും. ഒരനുഭവം, അടിമാലിയില് അവിടെ ഞങ്ങൾ ചർച്ചിൽ, AG ചർച്ച് ഞങ്ങളെ മീറ്റിങ്ങിന് വിളിച്ചു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ഒരു വലിയ ഫ്ലെക്സ് അവിടെ വെച്ചിട്ടുണ്ട്. ഫ്ലെക്സ് എന്റെ അച്ഛൻ്റെ. ഞാൻ അവിടെ നിന്ന് വാവിട്ട് കരഞ്ഞു. കാരണം ഒരു സമയത്ത് 2 കുഞ്ഞുങ്ങളുടെയും കൈക്ക് പിടിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അലഞ്ഞ സ്ഥലമാണ്. 1. 2, അവിടെ അടിമാലി AG ചർച്ച്, വലിയൊരു AG ചർച്ച് ഉണ്ട് അവിടെ. ആ AG ചർച്ചിൽ എപ്പോഴും ഫാസ്റ്റിംഗ് പ്രയർ വെക്കും. ഞങ്ങൾ IPSലാണ് ശുശ്രൂഷിക്കുന്നെങ്കിലും AG ചർച്ചൊക്കെ വലിയ ചർച്ച. അവിടെ ഫാസ്റ്റിംഗ് പ്രയർ വെക്കുന്ന സമയത്ത് അവിടെ ഗസ്റ്റിനെ വിളിക്കും. ഗസ്റ്റിനെ വിളിക്കുമ്പോൾ ഞങ്ങള് ചെന്ന് ഏറ്റവും പുറകിലിരുന്ന് മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ ആ പാസ്റ്റർ ആന്റിയുടെ മുഖത്തേക്ക് നോക്കും. എന്തിനാണെന്നറിയാവോ? കഴിച്ചിട്ട് പോകാം എന്നൊരു വാക്ക് കേൾക്കാൻ. എന്റെ കൊച്ചുങ്ങൾ പട്ടിണിയല്ലേ, കഴിച്ചിട്ട് പോകാമെന്ന് അവര് പറയണം. അപ്പം അന്ന് ആന്റി പറയും കഴിച്ചിട്ട് പോകാമെന്ന്. സ്തോത്രം. എനിക്ക് തരുന്ന ആഹാരം കൂടെ എന്റെ കുഞ്ഞുങ്ങൾ 2 പേരും വയറ് നിറച്ച് വാരി കൊടുക്കും. ആഹാരം കൊടുത്ത് അന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങും. അന്ന് ഒരു കാലത്ത് അങ്ങനെ ആ ദേശത്ത് ചെന്നെങ്കിൽ, പക്ഷേ ഇപ്പോൾ വന്നത് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. കർത്താവ് ചിലത് കടം പറയും. ഒരു ഭാഗത്ത് പറയുന്നു അവൻ ആർക്കും കടക്കാരനല്ല, മറുഭാഗത്ത് പറയുന്നു കടം പറയും. പക്ഷേ ദൈവത്തിന് ഒരു സമയമുണ്ട്. കൂലി കണക്കെടുത്ത് ദൈവനാമത്തിന് വേണ്ടി ഓടിയിട്ടുണ്ടെങ്കിൽ, ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെലവിട്ടിട്ടുണ്ടെങ്കിൽ, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഇപ്പോൾ അതിന്റെ മറുപടി കാണത്തില്ല. പിന്നത്തേതിൽ അതിന്റെ പ്രതിഫലം കർത്താവ് നൽകി വെച്ചിട്ടുണ്ട്. അന്ന് ഓടിയെങ്കിൽ ഇപ്പോൾ ഇവിടെ ദൈവത്തിന് മാനിക്കേണ്ടതാ, ദൈവത്തിന്റെ പദ്ധതിയാണ്. അങ്ങനെ ഞങ്ങള് സ്തോത്രം പല സ്ഥലങ്ങളിൽ പോയി. ഇങ്ങനെ കൊട്ടാരക്കരയ്ക്കടുത്ത് കുന്നക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങള് 6 സെന്റ് വസ്തു, 5 സെന്റ് മതി എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു 6 സെന്റ് കൊടുത്തു. അങ്ങനെ 6 സെന്റ് വസ്തു വാങ്ങി ലോക്ക്ഡൌൺ സമയത്ത് ഭവനത്തിന്റെ പണി ആരംഭിച്ചു. ഭവനത്തിന്റെ പണി ആരംഭിച്ച സമയത്ത് ഞങ്ങളിങ്ങനെ ദൈവസന്നിധിയില് പ്രാർത്ഥിച്ചു, കർത്താവെ ഒരു കുഞ്ഞു വീട് വെക്കാൻ. ഇതെല്ലാം എന്റെ അനുഭവങ്ങൾ എനിക്ക് പറയണം. കാരണം ഒരു കൊച്ചു വീട് നമ്മുടെ കൊട്ടാരക്കര ഷാരോൺ സഭയിലെ എഞ്ചിനീയറിംഗ് ജോൺസിച്ചാൻ എന്ന് പറഞ്ഞ അച്ഛനെ കൊണ്ട് ഞങ്ങൾ വരപ്പിച്ചു. ഒരു ചെറിയ വീടിന് വേണ്ടി പ്ലാൻ ചെയ്തു, വരച്ചു. കർത്താവെ ഞങ്ങൾക്ക് ഈ കൊട്ടാരക്കര പട്ടണത്തിൽ ഒരു വീട് പ്രാർത്ഥിച്ചു. എന്റെ മൂത്ത മകന് അന്ന് തിരുവനന്തപുരം ബാറ്റ ഷോറൂമിൽ ജോലി ചെയ്യുക. അവിടുന്ന് അവന് ലോൺ കിട്ടി. ഞങ്ങൾ വീട് പണി ആരംഭിച്ച സമയത്ത് നമുക്കറിയാം ലോക്ക്ഡൌൺ വന്ന സമയം, എല്ലാം അടഞ്ഞു. കുഞ്ഞുങ്ങളുടെ ജോലി പോയി, കൊച്ചുങ്ങൾ 2 വീട്ടിൽ വന്നു. നമുക്ക് മീറ്റിംഗ് ഇല്ല, എല്ലാം അടയപ്പെട്ട അനുഭവം. ഈ സമയത്ത് ദൈവസന്നിധി പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ദൈവം അറിയാതല്ല ഒന്നും സംഭവിക്കുന്നത്.
ആ സൂം മീറ്റിങ്ങിലൂടെ ദൈവദാസന്മാരൊക്കെ പ്രവചിച്ചു പറഞ്ഞിട്ടുണ്ട്, നീ ഒരു സമയത്ത് പല രാജ്യങ്ങളിൽ പോകും. നമ്മൾ ചിരിച്ച് തള്ളിക്കളയും, ചുമ്മാ ജസ്റ്റ് അതൊക്കെ വെറുതെയാണെന്ന് ചിന്തിക്കും. പക്ഷെ ആ സൂം മീറ്റിങ്ങില് രാവും പകലും ഒരുപോലെ പല രാജ്യങ്ങളിൽ മെസ്സേജ് പറയുക. എന്റെ തൊണ്ടയിലൂടെ ബ്ലഡ് വന്നിട്ടുണ്ട്. അതുപോലെ എന്റെ 2 ആൺകുഞ്ഞുങ്ങളും ഇവിടെ വീട് പണിക്ക് ഒരൊത്തിരി കഷ്ടപ്പെട്ട് അച്ഛനും കുഞ്ഞുങ്ങളും ഭവനം പണിക്ക് ഇവിടെ വന്നു. ലോക്ക്ഡൌൺ സമയത്തൊക്കെ എല്ലാം അടയപ്പെട്ടെങ്കിലും പിന്നത്തേതിൽ പണി ആരംഭിക്കാൻ തുടങ്ങി. ഇത് മേളത്തെ നില ഞങ്ങളുടെ വീട് പണിന്ന് അച്ഛൻ പറഞ്ഞു, പാസേ നിങ്ങൾ 2ാമത്തെ നില വെക്കണം, കാരണം ദൈവദാസന്മാർ വരുമ്പോൾ പാർക്കാൻ. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ മുകളിൽ വെച്ചു. ദൈവത്തിന്റെ ഒരു വലിയ അത്ഭുതമായി ഈ ഭവനം, അത്ഭുതമാ. കാരണം എന്റെ കുഞ്ഞുങ്ങൾ 2 പേരും കൂടെ കൂടുതൽ ഈ പണി ചെയ്തത്. അങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത തലത്തിൽ ഭവനത്തിന്റെ പണി തുടങ്ങി. അതുപോലെ സൂം മീറ്റിങ്ങുകളും ഞാൻ ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്. പല രാത്രികൾ ഉറക്കമില്ല, പല പകലുകളിൽ ഉറങ്ങിയിട്ടില്ല. അതുപോലെ പ്രവർത്തിച്ച് കൊട്ടാരക്കര പട്ടണത്തിൽ വീട് തന്നു. വീടിന്റെ പണി പകുതിയായപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുക. നിൽക്കുന്ന സമയത്ത് ദൈവാത്മാവിനോട് പറയാ, ഒരിക്കൽ നീ ഇവിടെ കരഞ്ഞു തോർക്കുന്നു, ഒരിക്കൽ റോഡിന് നടുക്കുന്നെന്ന് പറഞ്ഞില്ലേ, നിനക്കൊരു ആരും അടിച്ചിറക്കാത്ത ഒരു വീട് വേണം. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയില്ല. ഞാനൊരു ചെറിയ കുഞ്ഞു വീട് വെക്കാനാ പ്ലാൻ ചെയ്ത് വരച്ചത്. പക്ഷെ ദൈവം ഒരുക്കി. കാരണം ഈ കൊട്ടാരക്കര പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെടുത്തി, ഒറ്റപ്പെട്ട്, അപമാനിക്കപ്പെട്ട വ്യക്തിയാ. അതുകൊണ്ട് കർത്താവ് ഈ ദേശത്ത് ഭവനം തന്നു. ഭവനം തന്നപ്പോഴും നമ്മുടെ പഴയ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. എല്ലാ മന്ത്ലി മീറ്റിംഗ്, എല്ലാ മാസവും പ്രയർ. അങ്ങനെ ഇരിക്കുമ്പോൾ അനേകർ കടന്നു വരാൻ തുടങ്ങി കൊട്ടാരക്കരയില്. അങ്ങനെ ഞങ്ങള് സ്തോത്രം, അനേകർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇവരൊക്കെ ഞങ്ങൾ സ്നാനപ്പെടുന്നവരൊക്കെ അടുത്തടുത്ത് ചർച്ചയിലാക്കുമായിരുന്നു. പക്ഷെ ഈ ദിവസങ്ങളിൽ കൊട്ടാരക്കര കുന്നക്കരയില് കർത്താവ് മനോഹരമായൊരു ഹോള് തന്നു. നമുക്ക് വാടകയ്ക്കാം, എങ്കിലും നല്ലൊരു ഹോള് തന്നു. ഞങ്ങൾ സൺഡേ ആരാധന തുടങ്ങി. IPC ഫാമിലി വർഷിപ്പ് സെന്റർ എന്ന് പറഞ്ഞ് ഗ്രാനറി മിനിസ്ട്രി. ഞങ്ങളുടെ വീട്ടുപേര് കുഞ്ഞുങ്ങള് സ്തോത്ര അവർക്ക് കൊടുത്തതായ പേരാണ് ഗ്രാനറി, കളപ്പുര. സ്തോത്ര, ഇന്നലകളിൽ കരഞ്ഞത്, ഇന്നലകളിൽ ദൈവസന്ധി വില കൊടുത്തത്, ഇന്നലകളിൽ വിതച്ചത്, അത് കളപ്പുരയാക്കി ദൈവം മാനിച്ചു. ഒരിക്കലും ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയല്ല അവര് ഗ്രാനറി നല്ലൊരു പേര് നോക്കിയിട്ടതാ. പക്ഷെ ഗ്രാനറി മിനിസ്ട്രി എന്ന് പറഞ്ഞ നമ്മുടെ പേര് പ്രയറിനിട്ടു. അങ്ങനെ കൊട്ടാരക്കര കുന്നക്കരയില് ഞങ്ങള് IPC ഫാമിലി വർഷിപ്പ് സെന്റർ ഗ്രാനറി മിനിസ്ട്രി എന്ന് പറഞ്ഞ ഒരു സഭ തുടങ്ങി. ഈ ദിവസങ്ങളിൽ കർത്താവ് അത്ഭുതകരമായിട്ട് നടത്തുന്നു. 3 കുഞ്ഞുങ്ങൾ, ഞങ്ങൾ 5 പേരും കർത്താവിന്റെ വേലയിൽ ശക്തിയോടെ നിൽക്കുന്നു. ഒറ്റ കാര്യം, കർത്താവ് അപ്പോസ്തലനായ പൗലോസിനോട് യേശു കർത്താവ് പറഞ്ഞു, പൗലോസേ നീ ധൈര്യമായിരിക്കെ, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ നീ റോമിൽ എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു. ദൈവ ശബ്ദം കേട്ട പൗലോസ് പക്ഷെ പിന്നത്തേതിൽ തന്റെ ജീവിതത്തിൽ റോമയിൽ എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് അനവധി തടസ്സം വന്നു. ഒടുക്കിക്കളവാൻ പതിയിരിപ്പ് ശക്തികൾ എഴുന്നേറ്റു. 40 പേർ ഒരുമിച്ച് ഗൂഢാലോചനയാൽ പൗലോസിനെ കൊന്നുകളയോളം തിന്നാതെയും കുടിക്കാതെയും ഇരുന്ന് ശപഥശക്തി ചെയ്തു. സ്തോത്രം, പതിയിരിപ്പ് ശക്തികൾ എഴുന്നേറ്റു. പ്രകൃതി പ്രതികൂലമായി കപ്പൽ നഷ്ടപ്പെട്ടു, ചരക്ക് നഷ്ടപ്പെട്ടു, അണലി വറ്റി, എന്തെല്ലാം പ്രതികൂലം വന്നിട്ടും, എത്ര പ്രശ്നം വന്നിട്ടും കർത്താവ് പറഞ്ഞ വാഗ്ദത്തം അനുസരിച്ച് അപ്പോസ്തലനായ പൗലോസിനെ റോമയിൽ കൊണ്ടുപോയി കർത്താവിന്റെ വലിയ സാക്ഷിയാക്കി മാറ്റിയതുപോലെ ദൈവവാഗ്ദത്തങ്ങൾ കേട്ടത് ഈ ദിവസങ്ങൾ ഏറ്റെടുക്കുക, പ്രാർത്ഥിക്കുക. ആമേൻ. വരും കാലങ്ങളിൽ ആ വാഗ്ദത്ത പൂർത്തീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുക. കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. അതിന്റെ പൂർത്തീകരണത്തിലെത്താൻ സമയമായി. അതുകൊണ്ട് അച്ഛന്റെ പേര് പാസ്റ്റർ ബിജു ജോർജ്, എന്റെ പേര് റീജ ബിജു, മോന്റെ പേര് ജസ്റ്റിൻ, മോളുടെ പേര് ജിസ്റ്റി, ഇളയ മകന്റെ പേര് ജെഫിൻ ബി ജോർജ്. അങ്ങനെ ഞങ്ങൾ 5 പേരും കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുന്നു. വീണ്ടും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ സമയം അനുവദിച്ചെന്ന കർത്താവിന്റെ ദാസൻ ഡാനിയൽ പാസ്റ്ററോടും ആരോമ TVയോടും എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടും നന്ദി അറിയിക്കുന്നു. ആമേൻ. വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലസ് യു. മാറാനാഥ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഹൃദയസ്പർശിയായ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TVയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ റീജ സിസ്റ്ററിനെ ബലപ്പെടുത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ബാല്യം മുതൽ ഇന്നയോളം നടത്തിയ ദൈവത്തിൻ്റെ ആ മഹാകരുണ, അത്
നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒരു പക്ഷെങ്കിൽ കഴിഞ്ഞെന്ന് വരികയില്ല. അത് അനുഭവങ്ങളുടെ ഏടുകളിലൂടെ കയറി ഇറങ്ങി ജീവിതത്തിൽ നടന്ന പിന്നിട്ട് ആ പാതകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദി എന്നല്ലാതെ എന്തു പറയേണ്ടു? നന്ദിയുടെ ഹൃദയത്തോടെ കണ്ണുനീർ തുള്ളികളായി കർത്താവിൻ്റെ മുൻപാകെ ആ വാക്കുകൾ പറയുമ്പോൾ അതിലേതൊരാൾക്കും മനസ്സിലാക്കുവാൻ കഴിയും, ഇത് മാനുഷികമല്ല, ഇത് ദൈവത്താൽ ഒരുക്കിയതായ പരിപാടികളാണ്, ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ട കാര്യങ്ങളാണ്. സ്തോത്രം. ഒരു ഘട്ടത്തിൽ സ്വന്തം സഹോദരന്മാർ ജോസഫിനെ നോക്കിയിട്ട് പറഞ്ഞു, സ്വപ്നക്കാരൻ, ദർശനക്കാരൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. ആ ദർശനത്തിൻ്റെ പേരിൽ ഒരുപാട് വേദന അല്ലെങ്കിൽ വില കൊടുക്കേണ്ടി വന്നു. പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടു, മിസ്രൈമിയ കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ടു, പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ അപമാനിക്കപ്പെട്ടു, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു, കൊട്ടാരത്തിലേക്ക് വന്നു, മിസ്രൈമിൽ ഒരു മന്ത്രിപദത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. അനുഭവത്തിൽ നിന്ന് പിന്നെ മാറ്റം വരികയാണ്. സ്തോത്രം. ആരൊക്കെ നിന്ദിച്ചോ, ആരൊക്കെ അപമാനിച്ചോ, ആരൊക്കെ തള്ളിപ്പറഞ്ഞോ, ആരൊക്കെ വിറ്റ് കാശ് വാങ്ങിച്ചോ, അവർക്കൊക്കെ വന്ന് ഒരു ആശ്രയമായി തീർന്നത് ഒടുവിൽ ആ ജോസഫാണ്. ജോസഫിൻ്റെ മുൻപാകെ വന്ന ഒരു മുട്ടുമടക്കി ജോസഫിനോടൊപ്പം ആ ദേശത്തെ നന്മകൾ അവർക്കും അനുഭവിപ്പാനിടയായി തീർന്നു. പിന്നത്തേതിൽ ആ ജോസഫ് മുഖാന്തരമാണ് ആ കുടുംബം രക്ഷപ്പെട്ടത്. സ്തോത്രം. ആ ദേശം രക്ഷപ്പെട്ടത്. പിന്നീട് ആ കുടുംബം അറിയപ്പെട്ടതുപോലും ആ ഒരു നിലയിലാണ്. ആ തലമുറകളെല്ലാം ആ നിലയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ആമേൻ ഇടയായി തീർന്നു. സ്തോത്രം. കർത്താവിൻ്റെ ദാസി പ്രിയ റീജ സിസ്റ്റർ ബാല്യം മുതൽ ഇങ്ങോട്ടുള്ള അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ അതെ, പട്ടിണിയും ദാരിദ്ര്യവും ജീവിതത്തിൽ ഒരുപാട് അറിഞ്ഞ, ഒരുപാട് അനുഭവിച്ച ആ കുട്ടിക്കാലത്തെ ഒരുപാട് ഓർമ്മകൾ. സ്തോത്രം. വേണ്ടതുപോലെ ആഗ്രഹിച്ചതുപോലെ ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവരുടെ മുൻപാകെ ആ കാലയളവ് അത്ര ശോഭിച്ചില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവം തിരഞ്ഞെടുത്തതുകൊണ്ട് മാനുഷികമായുള്ള പരിപാടികളിലൊന്നും ദൈവം അയച്ചില്ല. പകരം ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കർത്താവ് മാറ്റി നിർത്തുകയായിരുന്നു. അതാണ് ആ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ആത്മീയമായും മാനസികമായും ശാരീരികമായും ഭൗമികമായും എല്ലാ മേഖലകളിലും ഇത് മനുഷ്യൻ ചെയ്തു എന്ന് പറയാൻ ദൈവം അവസരം കൊടുക്കാതെ ദൈവത്താൽ സംഭവിച്ചു എന്ന് പറയുവാൻ കർത്താവ് മാറ്റി നിർത്തി എന്ന് മാത്രമേ ആമേനെ പറയുവാൻ കഴിയുള്ളൂ. സ്തോത്രം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ദൈവം നിശ്ചയിച്ച അതായ ആ സമയത്തിലേക്ക്, ആ പദ്ധതിയിലേക്ക് കർത്താവ് ഒരുക്കിക്കൊണ്ടുവന്നു. സമയമായപ്പോൾ കാര്യങ്ങൾക്കൊക്കെ കർത്താവ് അതിൻ്റെതായ ക്രമീകരണങ്ങൾ ഒരുക്കി. അതിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ കാലയളവിൽ കർത്താവിൻ്റെ ദാസിയെ, കുടുംബത്തെ, 5 പേരെ ഒരുമിച്ച് കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ ചെയ്യുവാൻ ആമേനെ അതിർത്തി വരമ്പുകൾക്കപ്പുറത്തേക്ക് അയച്ച് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുവാനും എല്ലാ നിലയിലും കർത്താവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഇനിയും കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ, കർത്താവിൻ്റെ നല്ല സാക്ഷ്യങ്ങളെ വഹിക്കുവാൻ നല്ല വേദികൾ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾ ഒരു പക്ഷെങ്കിൽ കർത്താവിൻ്റെ ദാസിയുടെ ജീവിതാനുഭവങ്ങൾ മുൻപും കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് നാം കേട്ടുകൊണ്ടിരുന്നതായ ഈ ദൈവശബ്ദത്തിൻ്റെ മുൻപാകെ ഒരു നിമിഷം നന്ദി പറയുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ അവസരങ്ങൾ നാം വിനിയോഗിക്കാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിലും ഇപ്പോൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നാം കടന്നു പോകുന്ന ചില അനുഭവങ്ങൾ കർത്താവ് ചില നന്മകളാക്കി, അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് അംഗീകരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ഇന്നലകളെ ദൈവം തിരുത്തി എഴുതി നമുക്ക് വേണ്ടിയിട്ട് ദൈവം ശ്രേഷ്ഠമായത്, മാന്യമായത് ആമേൻ ഈ ഭൂമിയിലും കർത്താവ് നമുക്ക് ഒരുക്കുവാൻ ഇടയായിത്തീരും. ആകയാൽ ദൈവീയ വാഗ്ദത്തങ്ങളിൽ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ നാഥൻ വരാറായി.
ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി, ആ കാഹളനാദം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മീയമായി നമ്മുടെ ദീർഘദൃഷ്ടിയെ നമ്മുടെ കണ്ണുകളെ ഉയർത്തി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, അവസരങ്ങളെ ഒരുക്കുവാൻ കർത്താവ് നമുക്ക് പ്രേരണ നൽകട്ടെ. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിലും ഈ കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ റിജ സിസ്റ്റർ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സമയം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, യേശുപ്പാ കർത്താവെ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ യേശുപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരോടും തുറന്നു പറയാൻ കഴിയാതെ ഹൃദയത്തിന്റെ വേദനയുമായി ആരുമില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾക്ക് ആരുമില്ല എന്ന് ഹൃദയത്തിൽ വേദനപ്പെടുന്ന തന്റെ ജീവിതത്തിന് വേണ്ടി, ജനത്തിനു വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വർഗത്തിലെ എന്റെ യേശുപ്പൻ ഇറങ്ങി വന്നവരെ സഹായിക്കണമേ, അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ, ഭൗതിക, ശാരീരിക വിഷയത്തിന്റെ മേൽ സ്വർഗം ഇറങ്ങി വന്ന് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് മതിയാവോളം സ്വർഗം അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, രോഗികളാൽ ഭാരപ്പെടുന്നവർ, മെഡിക്കൽ സയൻസ് കയ്യിലിട്ടു, ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് കർത്താവിന്റെ കരമിറങ്ങിച്ചെന്ന് യേശു പലരെ തൊട്ട് സൗഖ്യമാക്കി. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തൊട്ട് സൗഖ്യമാക്കണമേ. യേശു വിടുവിക്കണമേ. ഞങ്ങളുടെ തലമുറകളുടെ വിഷയത്തിന്റെ സ്വർഗം ഇറങ്ങി വരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരെ വേദനയില്, പഠനം എങ്ങും എത്തിയിട്ടില്ല, പഠിച്ചു പൂർത്തീകരിച്ചു ജോലിയില്ല, ഏതൊക്കെ വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ കർത്താവെ, ഭാവി ശ്രേഷ്ഠമായ ഭാവികൾ ഒഴുക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ സ്വർഗം ഇറങ്ങി. അനുഭവങ്ങൾ ഒത്തിരി ഉള്ളവരുണ്ട്, പ്രതികൂലങ്ങൾ ഒരിക്കലും തുറന്നു പറയാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി മാനിക്കുന്നു. അനേകരിലേക്ക് ഈ സാക്ഷ്യം എത്തിക്കുമ്പോൾ അനേക പ്രിയപ്പെട്ടവർ യേശുവിനെ അറിയുവാൻ, ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ കർത്താവ് അത്ഭുതമോ, പാപികളെ രക്ഷിക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, പിന്മാറ്റക്കാരെ മടക്കി വരുത്തുന്ന യേശുവിന്റെ സ്നേഹം ജനത്തിന്റെ മേൽ ഇറങ്ങിച്ചത് ദാസനെ കുടുംബമായി മാനിക്കണം. പ്രത്യേകിച്ച് ഈ മിനിസ്ട്രി ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷക്കണക്കിന് ജനത്തിന് ഇത് വിടുതലായി തീരട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ മറയ്ക്കണം. കർത്താവിന്റെ വരവനായി ഞങ്ങൾ ഒരുക്കും, പ്രത്യാശയോടെ നിർത്തും, മഹത്വം വെളിപ്പെടും. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസി പ്രിയ റിജ സിസ്റ്റർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ, കർത്താവിന് വേണ്ടി ഇനി നല്ല സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് അരോമ TV പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നയിക്കുന്നു. നിങ്ങൾ അതിൽ സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടൂ. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടിക്കാണും വരും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.